അപ്പൊ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ മീൻ പൊസിഷൻ മുതൽ എക്സ്ട്രീം വരെയുള്ള ദൂരം. ടു ആൻഡ് ഫ്രോ മോഷൻ ഒബ്ജക്ട് ഇപ്പൊ സ്ഥലം എവിടെയാ? ഇപ്പൊ ഒബ്ജക്ട് എത്രയാ? 180. കുറഞ്ഞ ചെലവിൽ വിതൗട്ട് IELTS ലാറ്റ്വിയയിലും പഠിക്കാം. ഹയസ്റ്റ് വിസ സക്സസ് റേഷ്യോ ഒരു ഷെങ്കൻ കൺട്രിയാണ് ലാറ്റ്വിയ. 50% സ്കോർ എബവ് ഉള്ളവർക്കും യൂറോപ്യൻ യൂണിയൻ കൺട്രിയായ ലാറ്റ്വിയയിൽ ഇനി പഠിക്കാം. ഓരോ ഇൻടേക്കിലും 10,000+ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് ലാറ്റ്വിയയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ യൂണിവേഴ്സിറ്റീസും ഒത്തിരി അക്രഡിറ്റേഷൻസ് ഉള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. സോ ബുക്ക് യുവർ സ്ലോട്ട് നൗ. താങ്ക് യു. തുടങ്ങാം നമുക്കപ്പം. Ready, lad? Yes, sir. What's the plan? Plus full lad. Oscillation is on the chapter. Oscillation. Get it up. Oscillation. കേട്ടോ? എന്താ ഓസ്ട്രേഷൻ? ടു ആൻഡ് ഫ്രോ മോഷൻ ആണോ? ടു ആൻഡ് ഫ്രോ മോഷൻ മുമ്പിലോട്ടും ബാക്കിലോട്ടും എന്ത് ചെയ്യാം? ഇപ്പൊ നമ്മളൊരു പെൻഡിലം എടുക്കുകയാണെങ്കിൽ ഈ പെൻഡിലം ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടുണ്ടാവും. ടു ആൻഡ് ഫ്രോ മോഷൻ. സോ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് എ ബോഡി, അതാണ് ഓസിലേഷൻ. ഡൗട്ട് ഉണ്ടോ? കാണുന്നില്ലേ? തുടങ്ങട്ടെ ഞാൻ ക്ലാസ്? എല്ലാവരും പറയണം മരമണ്ടന്മാരെ. കാണാം. ആ കാണാം സാർ. അപ്പൊ ഓക്കെ. അപ്പൊ ടു ആൻഡ് ഫ്രോ മോഷനെ നമ്മൾ പറഞ്ഞ പേരാണ് ഓസിലേഷൻ. അതായത് ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്തില്ലേ, നമ്മുടെ രണ്ട് ഓർഡർ ഉണ്ടാവും. ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. അപ്പൊ കുറച്ചും കൂടെ അത് ഇമ്പോർട്ടൻ്റ് ട്രാവൽ ചെയ്ത് അത് കഴിഞ്ഞാൽ തിരിച്ചു വരും. വീണ്ടും ഇമ്പോർട്ടൻ്റ് ട്രാവൽ ചെയ്യും. സോ ഇങ്ങനെ ട്രാവൽ ചെയ്യും. ടു ആൻഡ് ഫ്രോ മോഷൻ മുമ്പിലോട്ടും ബാക്കിലോട്ടും ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കണേ ഓസിലേഷൻ എന്ന് നമുക്ക് വിളിക്കണേ. മുമ്പിലോട്ടും ബാക്കിലോട്ടും മുമ്പ് ചെയ്യുന്നതാണ് ഓസിലേഷൻ. കുഴപ്പമുണ്ടാകും. ഒരു ഒബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, കുറച്ചുകൂടി സൈലന്റ് പോകും, അതിനിടയിൽ തിരിച്ച് വന്ന് ഇങ്ങോട്ട് വരും. സോ ഇങ്ങനെ ചെയ്യുന്നതാണ് മക്കളെ ഈ മോഷൻ. ടു ആൻഡ് ഫ്രോ മോഷൻ നമ്മൾ പറയുന്ന പേരാണ് ഓസിലേഷൻ. ഇതില് ഈ മിഡിൽ പോയിന്റ് ഉണ്ടല്ലോ, ഈ ഓസിലേഷനിൽ എപ്പോഴും മിഡിൽ പോയിന്റ് നമ്മൾ മെയിൻ പൊസിഷൻ എന്ന് പറയും. മിഡിൽ പോയിന്റ് ആണ് മെയിൻ പൊസിഷൻ. രണ്ട് എക്സ്ട്രീം പോയിന്റ് ഉണ്ട്, അതായത് രണ്ട് അറ്റങ്ങളുള്ള പോയിന്റ് ഉണ്ട്. ഈ രണ്ട് അറ്റങ്ങളുള്ള പോയിന്റുകൾ നമ്മൾ എക്സ്ട്രീം പോയിന്റ്. നമ്മൾ ഈ പെൻഡുലം ഓസിലേറ്റിംഗ് ഇപ്പോൾ അതെ നടുക്കുള്ള പോയിന്റ് ആണ് മെയിൻ പൊസിഷൻ. രണ്ട് അറ്റങ്ങളാണ് എക്സ്ട്രീം. അപ്പൊ ഓസിലേഷൻ പറയുമ്പോൾ ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. നടുക്കിലുള്ള പോയിന്റ് ആണ് മെയിൻ പൊസിഷൻ. രണ്ട് അറ്റങ്ങളാണ് മക്കൾ എന്ത്? എക്സ്ട്രീം പൊസിഷൻ. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നമുക്ക് അടുത്തേക്ക് പോവാം. ടേംസ് ഇടാം. സോ ടേംസ് നമ്മൾ പറയുന്നത് ആദ്യത്തെ ടേംസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സാർ പറയുമ്പോഴേ നല്ല എക്കോ ഉണ്ട്, ക്ലിയർ ആവുന്നില്ല. എപ്പോഴാണ് വന്നേ? നേരത്തെ പറയുമ്പോ ഒക്കെ ഉണ്ടായിരുന്നോ? ആ ചെറുതായിട്ടുണ്ടായിരുന്നു. ഇത് എക്കോള റൂമാണ്. എക്കോ റൂം എന്ന് പറയും കേട്ടോ. യെസ്, ഇപ്പോഴോ?
ഇപ്പൊ ഉണ്ടായിക്കോ? ഇല്ല സാർ ഇപ്പൊ ഇല്ല. അതില്ലേ മാറിയത് ഫസ്റ്റ് ടൈം ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇപ്പൊ വന്നു സാറ് ബോർഡിന്റെ അങ്ങോട്ട് പോകുമ്പോ വരുന്നുണ്ട് എക്കോ. ഓഹോ, അങ്ങനെയൊക്കെ വരില്ലേ? നോട്ടെ. ഇപ്പൊ വരില്ല. ഇപ്പൊ വരില്ല. ഇപ്പൊ സെക്കൻഡ് കേട്ടോ. ഇപ്പൊ ഉണ്ടാക്കോ? മക്കളെ ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇല്ല അല്ലെ? നീ വരുമ്പോ പറയട്ടോ. ഓക്കെ, ഇപ്പൊ ഉണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, യെസ്. ഡിസ്പ്ലേസ്മെന്റ് പഠിക്കാം. ഓക്കെ അല്ലേ? എടുക്കട്ടെ? സോ മക്കളെ ഓസിലേഷനുള്ള ടൂൾസ് ആദ്യത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. മക്കളെ ഓസിലേഷൻ ക്ലാസ് എന്ന് പറയും. ഓസിലേഷൻ എന്ന് പറയുമ്പോൾ ടു ആൻഡ് ഫ്രോ മോഷനിലാണ്. അതായത് ഒരു പോയിന്റിൽ നിന്ന് കുറച്ച് വരെ മുമ്പിലോട്ട് പോയതിന് ശേഷം അതിനെ കുറച്ച് ദൂരം ബാക്കിലോട്ട് അതിന് തിരിച്ചു വരും. പിന്നെ അവിടെ ബാക്കിലോട്ട്. ഇതാണ് ഓസിലേഷൻ. മുമ്പിലോട്ട് ബാക്കിലോട്ട്. സോ ഞാൻ കൂടി പറയുന്നു, ഒരു പോയിന്റിനെ റെസ്പെക്ട് ചെയ്തിട്ട് മുമ്പിലോട്ട് പോകും. അവിടെ നിൽക്കും. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് തുടങ്ങിയ സ്ഥലത്തേക്ക് നിൽക്കണം. തുടങ്ങിയ സ്ഥലത്തേക്ക് എത്തി പിന്നെ ഇതിനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഡൗട്ടില്ലല്ലോ? ഈ നടുക്കിലുള്ള പോയിന്റ് ആണ് നമ്മളെ മെയിൻ പൊസിഷൻ. നടുക്കിലുള്ള പോയിന്റ് ആണ് പൊസിഷൻ എം. രണ്ട് അറ്റങ്ങളിലുള്ള പോയിന്റ് ആണ് എക്സ്ട്രീം ആൻഡ് എക്സ്ട്രീം. രണ്ട് അറ്റങ്ങളിലുള്ള പോയിന്റ് ആണ് എക്സ്ട്രീം പൊസിഷൻ. കുഴപ്പമില്ലല്ലോ? അപ്പോൾ നടുക്കിന് ഈ പൊസിഷൻ, ഈ അറ്റത്തും എക്സ്ട്രീം ഉണ്ട്. പറയുക ഇതാണ് ഓസിലേഷൻ എന്ന് വിചാരിക്കുക. ഈ പോയിന്റ് അപ്പുറം നടുക്കിലെ പോയിന്റ് ഏതാണ്? നടുക്കിലെ പോയിന്റ് ഏതാണ്? നടുക്കിലെ പോയിന്റ് ഏതാ? കേൾക്കുന്നില്ലേ? ആ മക്കളെ നടുക്കിലത്തെ പോയിന്റ് ഏതാ? സർ വോയിസ് ക്ലിയർ അല്ല. എന്ത് കഷ്ടമാണ്.
ഒരു സെക്കൻഡ് കേട്ടോ. ഒരു 2 മിനിറ്റ് നോക്കട്ടെ. വേണ്ട. കേൾക്കണ്ടോ? കേൾക്കണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. പ്രശ്നം എന്താ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യ്. കേൾക്കുന്നുണ്ടെങ്കിൽ പറ. കേൾക്കണ്ടോ? വോയിസ് ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ തുടങ്ങാം അല്ലേ? ആവാ യെസ് സർ. തുടങ്ങാം. നടുക്കിലെ പോയിന്റ് എന്താ വിളിക്കുക? നടുക്കിലെ പോയിന്റ് എന്താ വിളിക്കുക? ഈ നടുക്കിലെ പോയിന്റ് മീന്. ഓക്കെ. ഈ അങ്ങനെയോ? എക്സ്ട്രീം. എത്ര എക്സ്ട്രീം ഉണ്ട്? 2 എണ്ണം. രണ്ടെണ്ണം. അപ്പൊ നടുക്കിലെ പോയിന്റ് മീനാണ്, അപ്പുറത്തേക്ക് പോയിന്റ് എക്സ്ട്രീം ആണ്. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? മക്കള ഒരു ഒബ്ജക്റ്റ് ഇവിടെ തിരിഞ്ഞായിരിക്കാം. നടുക്കിലെ പോയിന്റ് ഏതാ? നടുക്കിലെ പോയിന്റ് ഏതാ? നടുക്കിലെ പോയിന്റ് ഏതാ? മീന്. മീൻ. മറ്റെന്തെയോ? എക്സ്ട്രീം. സപ്പോസ് ഒബ്ജക്ട് കേൾക്കുന്നില്ലേ? ഒബ്ജക്ട് കേൾക്കണ്ടോ? ഒബ്ജക്ട് വിചാരിക്കാം. ഓക്കെ. യെസ് സർ.
ഇപ്പൊ ഓപ്ഷൻ ഇരിക്കുന്ന സ്ഥലം എവിടെയാ? ഇപ്പൊ ഓപ്ഷൻ ഇരിക്കുന്ന സ്ഥലം ഇപ്പൊ നിങ്ങൾ പറയാനുള്ള അസുഖമില്ല പറയണം. ഇപ്പൊ ഓപ്ഷൻ ഇരിക്കുന്ന സ്ഥലം ഏതാണ്? A. ഏ മെയിൻ പൊസിഷനിൽ നിന്ന് ഇപ്പൊ ഓപ്ഷൻ ഇരിക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരം ഇതല്ലേ? മെയിൻ പൊസിഷനിൽ നിന്ന് ഇപ്പൊ ഓപ്ഷൻ ഇരിക്കുന്ന സ്ഥലത്തേക്കുള്ള ദൂരം ഞാൻ ഈ നോക്കിയതല്ലേ? അല്ല MA. ആ ദൂരത്തിന് ഡിസ്പ്ലേസ്മെന്റ്, ആ ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോ മെയിൻ പൊസിഷനിൽ നിന്ന് ഇപ്പൊ ഒബ്ജക്റ്റ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ദൂരമാകുന്നത് ഡിസ്പ്ലേസ്മെന്റ്. ഓർക്കണ്ട കുറച്ച് ഞാൻ മക്കളെ കുറച്ച് ഓപ്ഷന്റെ ബീലിംഗ് മാറിക്കൊണ്ടിരിക്കുക. ഓപ്ഷന്റെ ബീലിംഗ് മാറിയെങ്കിൽ മെയിൻ പൊസിഷനിൽ നിന്ന് ബി എനിക്കുള്ള ദൂരമാണെന്ത്? ഡിസ്പ്ലേസ്മെന്റ്. ഈ ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓർക്കണ്ടാവും. കുറച്ച് ഓപ്ഷൻ ഈനെത്തി വിചാരിക്കാം. എക്സ്ട്രീം എത്തി കഴിഞ്ഞാൽ മെയിൻ പൊസിഷനിൽ നിന്ന് എക്സ്ട്രീമിലേക്ക് ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. കുഴപ്പമുണ്ടോ? കേട്ടില്ല. Sir, voice clarity കുറവാ. കേക്കണ്ട? ഇപ്പൊ കേക്കണ്ട? Yes, sir.
ഓക്കെ. പുതിയൊരു സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം സർ. യെസ്, ഇതിൽ കാലം അല്ലേ? തൽക്കാലം കാണുന്നില്ലേ വൈറ്റ് സ്ക്രീൻ? മറ്റേത് നോക്കണ്ട, കാണുന്നില്ലേ? കാണാം സർ. കേൾക്കുന്നുണ്ടോ? അതുകൂടി പറ. കേൾക്കാം. ആ, എന്നാ തുടങ്ങാം. മക്കളെ, നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് പറയുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് വൈ. ആ, മറ്റേ ഓസിലേഷൻ എന്ന് പറയുമ്പോ എന്താ? ഓസിലേഷൻ എന്ന് പറയുമ്പോൾ ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്. ശരിയാണോ? ആ, നടുക്കിലെ പോയിന്റ് നമ്മൾ എന്താ വിളിക്കുക? നടുക്കിലെ പോയിന്റിനെ നമ്മൾ മീൻ പൊസിഷൻ എന്നാ വിളിക്കുക. പോണേ, അറ്റത്തെ പോയിന്റിനെ നമ്മൾ എന്താ വിളിക്കുക? എക്സ്ട്രീം പൊസിഷൻ എന്ന് വിളിക്കുക. ഓക്കെ, എക്സ്ട്രീം. ഇപ്പുറത്തെ അറ്റത്തും നമ്മൾ ഇ എന്ന് വിളിക്കും. കുഴപ്പമില്ലല്ലോ. ആ, ഒരു ഒബ്ജക്റ്റ് നമ്മൾ ട്രാവൽ ചെയ്തിട്ട് ശ്രദ്ധിക്കട്ടാ. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തിട്ട് ഇവിടുന്ന് മീൻ പൊസിഷൻ ട്രാവൽ ചെയ്തത് ഇപ്പൊ ഇവിടെ എത്തിയെന്ന് വരിക. എ എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തിയെന്ന് വരിക. ഞാൻ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്യുന്നുണ്ട് എ. ഇപ്പൊ ഒബ്ജക്റ്റ് എവിടെയാണ്? മക്കളെ, മെയിൻ പൊസിഷനിൽ നിന്ന് ഇപ്പൊ ഒബ്ജക്റ്റ് ഉള്ള സ്ഥലത്തേക്കുള്ള ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. മാർക്ക് ചെയ്ത് കണ്ടില്ലേ? അപ്പൊ എമ്മിൽ നിന്ന് എയിലേക്കുള്ള ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡൗട്ട് ഉണ്ടോ? ആ, കുറച്ചുകൂടി ഒരു ഒബ്ജക്റ്റ് കുറച്ചുകൂടി എന്ത് ചെയ്തു? മൂവ് ചെയ്തിട്ട് മക്കളെ ഇതാ ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തിയെന്ന് വിചാരിക്കാം. അപ്പൊ ഏതാ ഡിസ്പ്ലേസ്മെന്റ് വരിക? ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് മെയിൻ പൊസിഷൻ മുതൽ ബി വരെയുള്ള ഈ ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. കുഴപ്പമുണ്ടോ? ആ, ഒബ്ജക്റ്റ് പിന്നെ സിയിലെത്തി ഇവിടെ എത്തിയെന്ന് വരിക, ഇയിലെത്തിയെന്ന് വിചാരിക്കാം. അപ്പൊ ഏതാ ഡിസ്പ്ലേസ്മെന്റ്? മെയിൻ പൊസിഷനിൽ നിന്ന് ഈ വരെയുള്ള ഈ ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. കുഴപ്പമുണ്ടോ? അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെഫിനിഷൻ എന്താ? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം മെയിൻ പൊസിഷൻ. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം മെയിൻ പൊസിഷൻ ടു പ്രസന്റ് പൊസിഷൻ ആണ്. ശരിയാണോ? ആ, മെയിൻ പൊസിഷനിൽ നിന്ന് പ്രസന്റ് പൊസിഷനിലേക്കുള്ള ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? മെയിൻ പൊസിഷനിൽ നിന്ന് പ്രസന്റ് പൊസിഷനിലേക്കുള്ള ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഇത് ഡിസ്പ്ലേസ്മെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടിയാലേ മനസ്സിലാവുള്ളൂ. എന്താ ഇതേതാ പോയിന്റ്? മീൻ അല്ലെ? ഇതേതാ? എക്സ്ട്രീം. ഇവിടെ ഏതാ? എക്സ്ട്രീം. ഒബ്ജക്റ്റ് ഇപ്പൊ ഇവിടെയാന്ന് വിചാരിക്കുക. ഏതാ ഡിസ്പ്ലേസ്മെന്റ്? നിങ്ങൾ പറഞ്ഞോ, ഏതാ ഡിസ്പ്ലേസ്മെന്റ്? എം എ ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഒബ്ജക്റ്റ് ബി എത്തിന്ന് വരിക, ഏതാ ഡിസ്പ്ലേസ്മെന്റ്? എം ബി. ഒബ്ജക്റ്റ് സിയിൽ എത്തിന്ന് വരിക, ഏതാ ഡിസ്പ്ലേസ്മെന്റ്? എം സി. ഒബ്ജക്റ്റ് ഇയിൽ എത്തിന്ന് വരിക, ഏതാ ഡിസ്പ്ലേസ്മെന്റ്? എം ഇ. ഇനി അപ്പുറത്തേക്ക് പോകണ്ട. ഒബ്ജക്റ്റ് ഇന്ന് അപ്പുറത്തേക്ക് പോകണ്ട. ഇയിലെത്തി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് പോവോ? ആലോചിക്ക്. ഇത് എം ആണ്, ഇത് ഇ ആണ്. ഒബ്ജക്റ്റ് ഇപ്പുറത്തേക്ക് പോകണ്ട, ഇവിടേക്ക് പോകണ്ട. മക്കൾ ഈ ഭാഗത്തേക്ക് പോകണ്ട. ഒബ്ജക്റ്റ് അങ്ങോട്ട് പോവോ? ഇല്ല. ഒബ്ജക്റ്റ് എവിടെ വെച്ച് നിൽക്കും? എക്സ്ട്രീമിൽ വെച്ച്. ആ, എക്സ്ട്രീമിൽ വെച്ച് എക്സ്ട്രീം അവിടെ വരെ പോവുള്ളൂ. അപ്പൊ ഈ ഒബ്ജക്റ്റ് എക്സ്ട്രീമിലാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഏതാ? ഒബ്ജക്റ്റ് എക്സ്ട്രീമിലാണെങ്കിൽ ഇവിടെയാണ് ഒബ്ജക്റ്റ് ഇരിക്കണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഏതാ? ഈ ദൂരല്ലേ ഡിസ്പ്ലേസ്മെന്റ്? എം ഇ ആണ് ഡിസ്പ്ലേസ്മെന്റ്. യെസ്, കറക്റ്റ് ആണ്. എം ഇ ആണ് ഡിസ്പ്ലേസ്മെന്റ്. മക്കൾ ഇതിന്റെ അപ്പുറത്തേക്ക് ഒബ്ജക്റ്റ് പോകാൻ ചാൻസ് ഉണ്ടോ? കേൾക്കട്ടാ, ഒബ്ജക്റ്റ് അപ്പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. അപ്പോ ഇതിനേക്കാൾ വലിയ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഇതിനേക്കാൾ വലിയ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ആലോചിച്ച് പറ. ഇല്ല. അപ്പോ ഈ എം മുതൽ ഇ വരെ എന്ന് പറയുന്നതാണ് അതിന്റെ എന്ത്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. എം മുതൽ ഇ വരെ എന്ന് പറയുന്നതാണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ശരിയാണോ? അപ്പൊ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ മെയിൻ പൊസിഷൻ മുതൽ എക്സ്ട്രീം വരെയുള്ള ദൂരമാണ്. സംശയം ഉണ്ടാവും. അപ്പൊ ഈ മെയിൻ പൊസിഷൻ മുതൽ എക്സ്ട്രീം വരെയുള്ള ഈ ദൂരത്തിനെ, മെയിൻ പൊസിഷൻ മുതൽ എക്സ്ട്രീം വരെയുള്ള ഈ ദൂരത്തിനെയാണ് നമ്മൾ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുക. മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. കേട്ടിട്ടുണ്ടോ? ആംപ്ലിറ്റ്യൂഡ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി പറയും, ഇത് പഠിച്ചിട്ട് പോയാൽ മതിട്ടാ. ഇത് ഏതാ പൊസിഷൻ? പറ, ഇത് ഏതാ പൊസിഷൻ? മീൻ. വെരി ഗുഡ്. ഇത് ഏതാ പൊസിഷൻ? എക്സ്ട്രീം. അതും വെരി ഗുഡ്. ഓക്കെ. ഒബ്ജക്റ്റ് എയിലെത്തി എന്ന് വിചാരിക്കുക.
ഏതാ ഡിസ്പ്ലേസ്മെന്റ്? എം എ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് എം എ. ഒബ്ജക്ട് ഇയിലെത്തി എന്ന് വിചാരിക്കാം. ഏതാ ഡിസ്പ്ലേസ്മെന്റ്? എം ഇ. എം ഇ ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഇതിനേക്കാൾ വലിയ ഡിസ്പ്ലേസ്മെന്റ് പോസിബിൾ ആണോ? നോ സർ. നോ. ഇതല്ല ഇപ്പൊ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഈ ദൂരല്ലേ മാക്സിമം വരിക? ആണ്. ഈ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറയുന്ന പേരെന്താ? ആംപ്ലിറ്റ്യൂഡ്. അതിന് നമ്മൾ എന്ത് എഴുതും? എ എന്ന് എഴുതും. ശരിയാണോ? അപ്പൊ എം മുതൽ ഇ വരെയുള്ള ദൂരമാണ്. എം മുതൽ ഇ വരെയുള്ള ഈ ദൂരത്തിനെ നമ്മൾ എന്ത് വിളിക്കണേ? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കണേ. ഓക്കെ, വെരി ഗുഡ്. ഇനി ഒബ്ജക്ട് മെയിൻ പൊസിഷനിൽ തന്നെയാന്ന് വിചാരിക്കും. ഇപ്പൊ നോക്കട്ടെ, ശ്രദ്ധിച്ചേക്കതാ. ഇവിടെ 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 ശ്രദ്ധിക്കേ. ഒബ്ജക്ട് ശ്രദ്ധിക്കട്ടാ. ഏതാ നടുക്കുള്ള പോയിന്റ് അല്ലേ എം? എവിടെ കേട്ടോ? ഈ ബോക്സിലാണ് പറഞ്ഞേ. നടുക്കുള്ള പോയിന്റ് അല്ലേ എം? ആ, ഒബ്ജക്ട് ഇവിടെ തന്നെയാന്ന് വിചാരിച്ചേ. ഒബ്ജക്ട് എമ്മിൽ തന്നെയാണ് ഇരിക്കുന്നത്. മക്കളെ, ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെഫിനിഷൻ പ്രകാരം എന്താ ഡിസ്പ്ലേസ്മെന്റ്? മീൻ പൊസിഷനിൽ നിന്ന് പ്രസന്റ് പൊസിഷനിലേക്കുള്ള ദൂരാണ് ഡിസ്പ്ലേസ്മെന്റ്. ശരിയാണോ? ആ, മീൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ എം ആണ്. ഇപ്പൊ ഒബ്ജക്ട് എവിടെ ഇരിക്കണേ? മീനിൽ തന്നെയാണ് ഇരിക്കണേ. അപ്പൊ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? സീറോ ആണ്. മീൻ പൊസിഷൻ നിന്ന് പ്രസന്റ് പൊസിഷൻ. പ്രസന്റ് പൊസിഷൻ എന്ന് പറയുന്നത് മീൻ പൊസിഷൻ തന്നെയാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? സീറോ ആണ്. ശരിയല്ലേ? ആ, അപ്പൊ ഞാൻ ഊഞ്ഞാലാടുന്നു ഉള്ള കേസ് എടുക്കട്ടോ. ഊഞ്ഞാലാടുന്നു. ഇത് ഏത് പൊസിഷനാ? മീൻ. ഇത് ഏത് പൊസിഷനാ? എക്സ്ട്രീം. ഇപ്പുറത്ത് എന്തുണ്ട്? എക്സ്ട്രീം ഉണ്ട്. ശരിയാണോ? അതെ. നമ്മുടെ ഊഞ്ഞാല് എമ്മിലാണ് നിൽക്കണമെന്ന് വിചാരിക്കും. ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ എത്രയാ? ഊഞ്ഞാല് എമ്മിലാണ് നിൽക്കണേ. അതായത് വെറുതെ ഇരിക്കുന്ന ഊഞ്ഞാല്. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ഊഞ്ഞാല് എമ്മിലല്ലേ നിൽക്കുക? ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ടല്ലേ നിൽക്കുക? ആ സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? സീറോ. ഊഞ്ഞാല് എക്സ്ട്രീമിൽ എത്തി കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഇവിടെ എത്തിയെന്ന് വിചാരിക്കും. ഊഞ്ഞാല് എക്സ്ട്രീമിൽ എത്തി കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അതിനൊരു പേര് പറയായിരുന്നു, ആംപ്ലിറ്റ്യൂഡ് അല്ലേ? ശരിയാണോ? ആ, സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. എന്റെ മുഖം കാണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഇല്ല സർ. ആ, ഓക്കെ. അപ്പൊ അതാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് മനസ്സിലായി. അപ്പൊ എന്താ ഓസിലേഷൻ? ടു ആൻഡ് ഫ്രോ മോഷൻ. ശരിയാണോ? ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് ഓസിലേഷൻ. ഇവിടുന്ന് അങ്ങോട്ട് പോവുക, ഇവിടുന്ന് ഇങ്ങോട്ട് വരിക. നടുക്കിലെ പോയിന്റ് ആരാ? മീൻ. അറ്റത്ത് പോയിന്റ് ആരാ? എക്സ്ട്രീം. ഈ അറ്റത്ത് പോയിന്റ് ആരാ? എക്സ്ട്രീം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഡെഫിനേഷൻ പ്രകാരം മീൻ പൊസിഷനിൽ നിന്ന് പ്രസന്റ് പൊസിഷനിലേക്കുള്ള ദൂരം. എയിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ എം എ ആണ് ഡിസ്പ്ലേസ്മെന്റ്. ബിയിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. മക്കളെ, ബി ഇപ്പർ സൈഡിലാട്ടാ. ട്വിസ്റ്റ് ഉണ്ട്. ബി ഇപ്പർ സൈഡിലാ. ഡിസ്പ്ലേസ്മെന്റ് ആരാ? എം ബി അല്ലേ? എം ബി. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത് ഏത് പോയിന്റിൽ എത്തുമ്പോൾ? ഒബ്ജക്റ്റ് പറ. എക്സ്ട്രീമിൽ എത്തുമ്പോൾ. ആ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞ പേര് എന്താ? ഈ ദൂരം. വെരി ഗുഡ്, വെരി ഗുഡ്. ഒബ്ജക്റ്റ് മീനിലാണെങ്കിലോ? സീറോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ അടുത്ത് എടുക്കാം കേട്ടോ. അടുത്തത് ടൈം പീരീഡ്. എന്താ ടൈം പീരീഡ്? ടി എന്ന് പറയുമ്പോൾ ആലോചിച്ച് പറയാട്ടാ. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ശരിയാണോ? ആ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട സമയം, അതാണ് ടൈം പീരീഡ്. മക്കളെ, ഒരു ഓസിലേഷൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കട്ടാ. മീന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇരിക്കാം. എവിടേക്ക് പോകണം? എക്സ്ട്രീമേ പോകണം. ഓക്കെ. എക്സ്ട്രീമിൽ നിന്ന് തിരിച്ച് എവിടേക്ക് വരണം? എക്സ്ട്രീമിൽ നിന്ന് തിരിച്ച് മീനിലേക്ക് വരണം. പിന്നെ മീനിൽ നിന്ന് അടുത്ത എക്സ്ട്രീമേ പോകണം. പിന്നെ മീനിലേക്ക് വരണം. അപ്പൊ ശ്രദ്ധിക്കണം, നടുക്കിലെ മീനിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു എക്സ്ട്രീമേ പോയി, തിരിച്ച് വീണ്ടും മീനിലേക്ക് വന്നു, വീണ്ടും അപ്പുറത്തെ എക്സ്ട്രീമിൽ പോയി, തിരിച്ച് വീണ്ടും മീനിലേക്ക് വരുമ്പോഴാണ് എന്തുണ്ടാവുക? ഒരു ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതാ നോക്കൂ, മീനിന്ന് സ്റ്റാർട്ട് ചെയ്തു, എക്സ്ട്രീമിൽ പോയി, തിരിച്ച് മീനിലേക്ക് വന്നു. അത് അതേ മൂളിൽ കൂടിയാണ് വരയ്ക്കാനായിട്ട്. ശ്രദ്ധിക്കണം, തിരിച്ച് മീനിലേക്ക് വന്നു, പിന്നെ അപ്പുറത്തെ എക്സ്ട്രീമിൽ പോയി, തിരിച്ച് വീണ്ടും എവിടേക്ക് എത്തണം? മീനിലേക്ക് എത്തുമ്പോഴാണ് എന്തുണ്ടാവുക? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട സമയമാണ് എന്ത്? ടി. കുഴപ്പമുണ്ടോ? ഇല്ല സർ. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം. നോക്ക്, എക്സ്ട്രീമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. മക്കൾ, എക്സ്ട്രീം ആണ് കേട്ടോ. എക്സ്ട്രീമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എവിടേക്ക് എത്തും? മീനിലേക്ക് എത്തും. പിന്നെ വീണ്ടും കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ എക്സ്ട്രീമിലേക്ക് എത്തും. പിന്നെ അവിടുന്ന് തിരിച്ച് എവിടേക്ക് വരണം? അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് മീനിലേക്ക് വരണം. പിന്നെ വീണ്ടും എവിടേക്ക് വരണം? എക്സ്ട്രീമിലേക്ക് വരണം. തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തണം.
അപ്പൊ എക്സ്ട്രീമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, മീനിലേക്ക് പോയി, അടുത്ത എക്സ്ട്രീമിൽ പോയി, തിരിച്ച് മീനിലേക്ക് വന്നു, തുടങ്ങിയ എക്സ്ട്രീമിലേക്ക് തന്നെ തിരിച്ചെത്തണം. ഇപ്പോഴും ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യും. ശരിയാണോ? യെസ്. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട സമയമാണ് എന്ത്? ടൈം പീരീഡ് ടി. സംശയം എന്താ? ആക്ച്വലി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, ശ്രദ്ധിക്കണം. എന്റെ മുഖം ഇല്ലാതെ കൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ, നിങ്ങളോട് ശ്രദ്ധിക്കുന്നുള്ളൂ. അപ്പോ ആക്ച്വലി എനിക്കൊരു കാര്യം പറയാനുണ്ട്. മീനിന്ന് സ്റ്റാർട്ട് ചെയ്തു എക്സ്ട്രീമി വരെ പോയി, കുഴപ്പമുണ്ടോ? ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഒരു സെക്ഷൻ എന്ന് വിചാരിച്ചോ. എക്സ്ട്രീമിൽ നിന്ന് തിരിച്ച് മീനിലേക്ക് വരുന്നു. അപ്പൊ എത്ര സെക്ഷൻ? 2 സെക്ഷൻ. മീനിൽ നിന്ന് അടുത്ത എക്സ്ട്രീമിൽ പോകുന്നു, എത്ര സെക്ഷൻ? 3 സെക്ഷൻ. പിന്നെ എക്സ്ട്രീമിൽ നിന്ന് തിരിച്ച് മീനിലേക്ക് വരുന്നു, എത്ര സെക്ഷൻ? 4 സെക്ഷനിലായിട്ടാണ് ഓസിലേഷൻ നടക്കണേ. ഇപ്പൊ ഒരു ഊഞ്ഞാലെടുത്തോ, ഊഞ്ഞാലിന്റെ കേസിൽ പറഞ്ഞുതരാം. എന്താ, മീനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഊഞ്ഞാല് എക്സ്ട്രീമേ പോകുന്നു, ഒരു സെക്ഷൻ കഴിഞ്ഞു, കുഴപ്പമുണ്ടോ? ഒരു സെക്ഷൻ കഴിഞ്ഞു. തിരിച്ച് എക്സ്ട്രീമിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു, 2 സെക്ഷൻ കഴിഞ്ഞു. പിന്നെ അപ്പുറത്തെ എക്സ്ട്രീമിൽ പോകുന്നു, 3 സെക്ഷൻ കഴിഞ്ഞു. പിന്നെ എക്സ്ട്രീമിൽ നിന്ന് തിരിച്ച് മീനിലേക്ക് വരുന്നു, 4 സെക്ഷൻ കഴിഞ്ഞു. അപ്പൊ ഒരു ഓസിലേഷനിലും എത്ര സെക്ഷൻസ് ഉണ്ട്? 4 സെക്ഷൻ. ഈ 4 സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട സമയമാണ് എന്ത്? ടി. ടി. അപ്പൊ ഒരു സെക്ഷൻ എത്ര സമയം വെച്ചെടുക്കും മക്കളെ? T/4. അത്രേ ഉള്ളൂ. ഒരു സെക്ഷൻ T/4 സമയം എടുക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയും, 0 സമയത്ത് സ്റ്റാർട്ട് ചെയ്തു, മീൻ പൊസിഷൻ. എക്സ്ട്രീമിൽ എത്തുമ്പോൾ എത്ര സമയം കഴിയും? ഒരു സെക്ഷൻ കഴിഞ്ഞു, T/4 അല്ലേ? എക്സ്ട്രീമിൽ നിന്ന് മീനിലേക്ക് എത്തുമ്പോൾ എത്ര സെക്ഷൻ കഴിയും? വീണ്ടും ഒരു T/4. അപ്പൊ T/2 ആയി മൊത്തത്തില്. അടുത്ത എക്സ്ട്രീമിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഒരു T/4. അപ്പോ 3T/4 ആയി, മുക്കാലായി. പിന്നെ വീണ്ടും തിരിച്ച് മീനിലേക്ക് എത്തുമ്പോൾ 4 സെക്ഷൻ കഴിഞ്ഞു, T സമയം. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. അപ്പൊ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട സമയം എത്രയാ? T/4. കേട്ടാ? ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട സമയം T/4. കുഴപ്പമുണ്ടോ? ഇല്ല. അടുത്ത് പറട്ടെ. വാ, ഇക്വേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് തുടങ്ങിയിട്ടാ. മെയിൻ ഭാഗങ്ങൾ തുടങ്ങി. ഇക്വേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് മക്കളെ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടാവും. എനിക്ക് ഓർമ്മയില്ല, അല്ല നിങ്ങൾക്ക്, എനിക്കറിയില്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ടോന്ന്. ഡിസ്പ്ലേസ്മെന്റ് y = a sin ωt, ഡിസ്പ്ലേസ്മെന്റ് y = a cos ωt. ഇങ്ങനെ 2 ഇക്വേഷൻസ് ആണ് ഉള്ളത്. കേട്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ വല്ല ഇക്വേഷൻസ്? ഡിസ്പ്ലേസ്മെന്റ് y = a sin ωt, ഡിസ്പ്ലേസ്മെന്റ് y = a cos ωt. കേട്ടിട്ടുണ്ടോ? യെസ്. മക്കളെ, ഈ a sin ωt എപ്പോഴാണ് യൂസ് ചെയ്യാന്നറിയോ? മീൻ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് യൂസ് ചെയ്യുക. പിടിച്ചു വെച്ചോളൂട്ടാ. മീൻ പൊസിഷൻ തുടങ്ങുന്ന ഓസിലേഷനിലാണ് a sin ωt യൂസ് ചെയ്യുക. മക്കളെ, മീൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ നടുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓസിലേഷൻസ്. അപ്പൊ ഓസിലേഷൻ സ്റ്റാർട്ടിങ് ഫ്രം മീൻ പൊസിഷൻ തുടങ്ങുന്ന ഓസിലേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? a sin ωt യൂസ് ചെയ്യുക. എക്സ്ട്രീം പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഓസിലേഷൻസ്, എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓസിലേഷൻ. ഇപ്പൊ പരീക്ഷയ്ക്ക് അവർ സ്പെസിഫൈ ചെയ്യും, എക്സ്ട്രീമിൽ നിന്നാണ് ഒരു ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എക്സ്ട്രീമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓസിലേഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ a cos ωt ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന് ആക്ച്വലി എത്ര ഇക്വേഷൻസ് ഉണ്ട്? ഡിസ്പ്ലേസ്മെന്റിന് ആക്ച്വലി 2 ഇക്വേഷൻസ് ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് y = a sin ωt എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അതിൽ a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ഒമേഗ എന്ന് പറയുന്നത് മക്കളെ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയും. അറിയാത്തവർക്ക് ഒമേഗയുടെ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതി വെക്കാം. 2π ടൈം പീരീഡ്. നിങ്ങൾ കുറെ ചാപ്റ്ററിൽ ഇത് കേട്ടിട്ടുണ്ടാവും, +2 വരെ കേട്ടിട്ടുണ്ടാവും. 2π ടൈം പീരീഡ് ആണ് ഒമേഗ, ആംഗുലാർ ഫ്രീക്വൻസി. ടി എന്ന് പറയുന്നത് എന്താണ്? ടൈമാണ്. അപ്പൊ ഒന്നുകൂടി ഞാൻ എഴുതുന്നു, y = a sin ωt എന്നാണ് ഓസിലേഷന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ. അതിൽ a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ഒമേഗ എന്ന് പറയുന്നത്, ഒമേഗയ്ക്ക് ഒരു പേരുണ്ട്, ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയും. ആംഗുലാർ ഫ്രീക്വൻസി, അതിന്റെ ഇക്വേഷൻ വരുന്നതാണ് 2π ടൈം പീരീഡ്. ടി എന്ന് പറയുന്നത് ടൈമാണ്. a sin ωt എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ? ഏത് ഓസിലേഷനിലാണ് a sin ωt യൂസ് ചെയ്യാം? മീൻ പൊസിഷൻ
മീൻ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഓസിലേഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യണം, എ സൈൻ ഒമേഗ ടി യൂസ് ചെയ്യണം. മീൻ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഓസിലേഷനിലാണ് എ സൈൻ ഒമേഗ ടി യൂസ് ചെയ്യണം. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? അത് കിട്ടുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ഈ ഭാഗത്തില് കിട്ടുന്നില്ലെങ്കിൽ പറയണം. ഓസിലേഷൻ ആണ്, കുറച്ച് ട്വിസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ കിട്ടുന്നെങ്കിൽ പറഞ്ഞോട്ടെ കാട്ടി. എപ്പോഴാണ് യൂസ് ചെയ്യുക? മീൻ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഓസിലേഷനിലാണ് യൂസ് ചെയ്യുക. എക്സ്ട്രീം പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഓസിലേഷൻ എന്താ യൂസ് ചെയ്യുക? ഡിസ്പ്ലേസ്മെന്റ് y ഈക്വൽ ടു a cos omega t യൂസ് ചെയ്യുക. ഇത് പഠിക്കുക. ഇതെങ്ങനെയാ വന്നതെന്നൊക്കെ എടുത്തു തരാനേ കുറച്ച് സമയം എടുക്കും. നമ്മൾ ക്രാഷ് പ്രോഗ്രാമിൽ നമുക്ക് നടക്കില്ല. ചില കാര്യങ്ങൾ നിങ്ങൾ ക്രാഷ് പ്രോഗ്രാമിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലേ? എനിക്കും താല്പര്യമില്ല ഈ സാധനം ഈ ക്രാഷ് പ്രോഗ്രാമിൽ എടുക്കാൻ. കാരണം നമുക്ക് അതിന്റെ ഒരു ഭംഗി കിട്ടില്ല. ഓസിലേഷനൊക്കെ നമുക്ക് തകർക്കാൻ പറ്റിയ ചാപ്റ്ററുകളാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഒരെണ്ണം എ സൈൻ ഒമേഗ ടിയും ഒരെണ്ണം എന്താ y ഈക്വൽ ടു a cos ഒമേഗ ടി ആണ്. സംശയം ഉണ്ടോ? എ സൈൻ ഒമേഗ ടി എപ്പോഴാണ് യൂസ് ചെയ്യാ? ഒബ്ജക്റ്റ് മെയിൻ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. യെസ്. എ കോസ് ഒമേഗ ടി എപ്പോഴാണ് യൂസ് ചെയ്യാ? എക്സ്ട്രീം പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. സംശയം ഉണ്ടോ? എ എന്ന് പറഞ്ഞ ആരാ മക്കളെ? പറയും. രണ്ട് കേസിലും എ എന്ന് പറഞ്ഞ ആരാ? ആംപ്ലിറ്റ്യൂഡ്. ഒമേഗ എന്ന് പറഞ്ഞ ആരാ? ആംഗുലാർ ഫ്രീക്വൻസി. വെരി ഗുഡ്, വെരി ഗുഡ്. ആംഗുലാർ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ പറ. 2π/t. ശരിയല്ലേ? കുഴപ്പമുണ്ടോ? ഓക്കെ. അടുത്ത് പോട്ടെ. അടുത്തേക്ക് പോട്ടെ. y ഈക്വൽ ടു a സൈൻ ഒമേഗ ടി. കണ്ടോ? എന്ത് പറയാം ഈ ഇക്വേഷനെ കുറിച്ച്? പറ. വെരി ഗുഡ്. അതാരുടെ മോനെ? ജോർജ. ജോയൽ. വെരി ഗുഡ്. നീ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കട്ടോ. y ഈക്വൽ ടു a സൈൻ ഒമേഗ ടി എന്നുള്ള ഇക്വേഷൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓസിലേഷൻ ഇക്വേഷൻ ആണ്. പറ. മീൻ പൊസിഷൻ. ഓക്കെ. ഇതില് സൈൻ കഴിഞ്ഞിട്ട് ഒരു ഒമേഗ ടി എന്നുള്ള ആംഗിൾ കാണുന്നില്ലേ മക്കളെ? ഈ ഒമേഗ ടി എന്ന ആംഗിളിനെ നമ്മൾ ഫേസ് ആംഗിൾ എന്ന് വിളിക്കുക. ഫേസ് ആംഗിൾ. ഈ ഒമേഗ ടി എന്നുള്ള ആംഗിൾ ആണ് ഫേസ് ആംഗിൾ. കുഴപ്പമില്ലല്ലോ? ഇല്ല. ഓക്കെ. അതൊന്നും അറിഞ്ഞു വെക്കണം, അത്രേ ഉള്ളൂ. ഇനി y ഈക്വൽ ടു a cos ഒമേഗ ടി എപ്പോഴാണ് യൂസ് ചെയ്യാം? എക്സ്ട്രീം പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യണം. വെരി ഗുഡ്. അത് കിട്ടിയാൽ മതി. അത് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ സന്തുഷ്ടവാനായി. അടുത്ത് പോകാം. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെഫിനേഷൻ പറ. മറന്നുപോയി ഡൗട്ടാ. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെഫിനേഷൻ മീൻ ടു പ്രസന്റ് അല്ലേ? Mean position to present position. പൊസിഷൻ. ഓക്കെ. ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആണ് ഏത് പൊസിഷനിലാ? Mean to extreme. യെസ്, വെരി ഗുഡ്. ആ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പറയുന്ന പേരെന്താ? ആംപ്ലിറ്റ്യൂഡ്. നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും കാലം? അടുത്ത് നോക്കാം. നോക്കട്ടെ മക്കളെ. y ഈക്വൽ ടു a സൈൻ ഒമേഗ ടി. കണ്ടോ? ഇത് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ അല്ലേ? ആണ്. ഏത് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ്? ഓക്കെ. y ഈക്വൽ ടു a cos ഒമേഗ ടി. ഇതാരുടെ ഇക്വേഷനാ? ഓക്കെ. ഡിഫറൻഷിയേറ്റിംഗ്. ഓക്കെ. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈം വെച്ച് എന്ത് ചെയ്യാം? അപ്പൊ dy/dt. നോക്കൂ, ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അടിയിൽ dt ഇടാം. അടിയിൽ dt ഉണ്ട് ഇടാം. ശ്രദ്ധിക്കണം, അടിയിൽ dt. dy/dt. മക്കളെ, ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള y-നെ ശ്രദ്ധിക്കണം. ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള y-നെ ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് നമുക്ക് വെലോസിറ്റി കിട്ടില്ലേ?
അപ്പൊ വെലോസിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ. ശ്രദ്ധിച്ചോളൂ, വെലോസിറ്റി ആണ് കിട്ടാൻ പോണേ കേട്ടോ. വെലോസിറ്റി v ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി, d/dt ഓഫ് a sin omega t. അപ്പോ ഒന്നുകൂടി ഞാൻ പറയുന്നു, ശ്രദ്ധിച്ചേക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു, y ഈക്വൽ ടു a sin omega t എന്ന് എഴുതിയിട്ടുണ്ട്. y ഈക്വൽ ടു a sin omega t എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ എന്താ വരിക മക്കളെ, dy/dt ലെഫ്റ്റ് സൈഡ് ചെയ്തു, റൈറ്റ് സൈഡ് d/dt ഓഫ് a sin omega t. മക്കളെ dy/dt ആരാ, dy/dt വെലോസിറ്റിയാ. വെലോസിറ്റി v ഈക്വൽ ടു മക്കളെ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിരുന്നു, ഡിഫറൻസിയേഷൻ പുറത്തു വന്നു. ബാക്കി d/dt ഓഫ് sin omega t. സൈന്റെ ഡിഫറൻസിയേഷൻ എന്താ വരിക, കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ ടി ഉള്ള കാരണം കൊണ്ട് ഇൻറ്റു ഒമേഗ കൂടി വരും. അങ്ങനെ വെലോസിറ്റി v ഈക്വൽ ടു a ഒമേഗ കോസ് ഒമേഗ ടി എന്ന് കിട്ടും. കണ്ടോ, a ഒമേഗ കോസ് ഒമേഗ ടി. ആരുടെ ഇക്വേഷനാ, വെലോസിറ്റി ഇക്വേഷൻ. അപ്പൊ വെലോസിറ്റി ഇക്വേഷൻ v ഈക്വൽ ടു a ഒമേഗ കോസ് ഒമേഗ ടി. ഇതെല്ലാം പഠിക്കേണ്ടത് കേട്ടോ, ഇതെല്ലാം പഠിക്കേണ്ടത്. പഠിക്കാനുള്ള ഇക്വേഷൻ വേറെ എന്താണ്, വെലോസിറ്റി v ഈക്വൽ ടു a ഒമേഗ കോസ് ഒമേഗ ടി. വാ മക്കളെ, വെലോസിറ്റി v ഈക്വൽ ടു a ഒമേഗ കോസ് ഒമേഗ ടിക്ക് പകരം √1 - sin സ്ക്വയർ ഒമേഗ ടി എന്ന് എഴുതാൻ പറ്റും. അതെങ്ങനെ എഴുതിയേ, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അപ്പോ സൈൻ സ്ക്വയർ തീറ്റ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 - sin സ്ക്വയർ തീറ്റ, കോസ് തീറ്റ ഈക്വൽ ടു √1 - sin സ്ക്വയർ തീറ്റ. കേട്ടിട്ടുണ്ടോ ഇത്? അതേപോലെ കോസ് ഒമേഗ ടി വരെ നമുക്ക് എന്ത് എഴുതാം, √1 - sin സ്ക്വയർ ഒമേഗ ടി. കുഴപ്പമുണ്ടോ? സോ വെലോസിറ്റി v ഈക്വൽ ടു a ഒമേഗ ഇൻറ്റു √1 - sin സ്ക്വയർ ഒമേഗ ടി. മക്കളെ ഇതിൽ ഞാൻ a ഉള്ളിലേക്ക് എടുക്കുന്നു. റൂട്ടിന്റെ പുറത്തുനിന്ന് ഒരാൾ ഉള്ളിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യണം, റൂട്ടിന്റെ പുറത്തുനിന്ന് ഒരാൾ റൂട്ടിനുള്ളിൽ കയറുമ്പോൾ സ്ക്വയർ ചെയ്യണം. അപ്പൊ എനെ നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് ഉള്ളിൽ കയറ്റാൻ പാടുള്ളൂ. a സ്ക്വയർ ഇൻറ്റു 1, ഇവിടെ 1 കാണുന്ന റൂട്ടിന്റെ ഉള്ളിൽ a സ്ക്വയർ ഇൻറ്റു 1 ഇപ്പൊ എന്ത് വരും, a സ്ക്വയർ മൈനസ് a സ്ക്വയർ ഇൻറ്റു sin സ്ക്വയർ ഒമേഗ ടി. കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, ഉറപ്പല്ലേ? v ഈക്വൽ ടു ഒമേഗ ഇൻറ്റു √a സ്ക്വയർ മൈനസ് മക്കളെ a സ്ക്വയർ sin സ്ക്വയർ ഒമേഗ ടി നമുക്ക് എങ്ങനെ എഴുതാം, a sin ഒമേഗ ടി ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ. വാട്ട് ഈസ് a sin ഒമേഗ ടി? നമ്മൾ ഇപ്പൊ പഠിപ്പിച്ച ഇക്വേഷൻ ആണ്. വാട്ട് ഈസ് a sin ഒമേഗ ടി? ഡിസ്പ്ലേസ്മെന്റ് y. സോ വെലോസിറ്റി v ഈക്വൽ ടു ഒമേഗ ഇൻറ്റു √a സ്ക്വയർ മൈനസ് y സ്ക്വയർ. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ കേട്ടോ. ഇത് ഗംഭീരം ഇക്വേഷൻ ആണ്. വെലോസിറ്റി v ഈക്വൽ ടു ഒമേഗ ടൈംസ് ഓഫ് √a സ്ക്വയർ മൈനസ് y സ്ക്വയർ. y ആരാ, ഡിസ്പ്ലേസ്മെന്റ്. a ആരാ, ആംപ്ലിറ്റ്യൂഡ്. ഒമേഗ ആരാ, ആംഗുലാർ ഫ്രീക്വൻസി. ഇത് ഗംഭീരമായി പഠിക്കണം. ഒമേഗ ഇൻറ്റു √a സ്ക്വയർ മൈനസ് y സ്ക്വയർ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേക്കണം മക്കളെ, ഇനി ശ്രദ്ധിച്ചേക്കണം. ഇഫ് ഒബ്ജക്ട് ഈസ് അറ്റ് മീൻ പൊസിഷൻ, ഒബ്ജക്ട് മീൻ പൊസിഷനിലാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചാണ്, ഒബ്ജക്ട് മീൻ പൊസിഷനിലാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ എത്രയാ മക്കളെ? ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷനിലാണ് ചോദിക്കണേ, ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ ആണ് ചോദിക്കണേ. മീൻ പൊസിഷനിലിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാ. ആ 0 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി v ഈക്വൽ ടു ഒമേഗ ഇൻറ്റു √a സ്ക്വയർ മൈനസ് വൈയുടെ വാല്യൂ 0 ആണ്. സോ വെലോസിറ്റി v ഈക്വൽ ടു ഒമേഗ ഇൻറ്റു √a സ്ക്വയർ. മക്കളെ √a സ്ക്വയർ എന്ന് പറയുമ്പോൾ a അല്ലടാ. അപ്പോ വെലോസിറ്റി v ഈക്വൽ ടു ഒമേഗ ഇൻറ്റു a, അതാണ് മാക്സിമം വെലോസിറ്റി. അപ്പൊ ഓസിലേഷനിൽ മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു a ആണ്. ഓക്കെ, അത് ഏത് പൊസിഷനിലാണ്? മീൻ പൊസിഷനിലാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഊഞ്ഞാല് വരച്ച് കാണിച്ചു തരാം. നോക്കൂട്ടാ, ഇത് ഏത് പൊസിഷനാന്ന് പറ മക്കളെ, പതുക്കെ ചിന്തിച്ചാൽ മതി. ഇത് ഏത് പൊസിഷനാ? മീൻ പൊസിഷനിലെ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ എത്രയാന്ന് പറയൂ?
Zero. സീറോ. വെരി ഗുഡ്. വെലോസിറ്റി സീറോ അല്ലല്ലോ, വെലോസിറ്റി മാക്സിമം ആണ്, എ ഒമേഗയാണ്. കണ്ട, ഇത് ഏത് പൊസിഷൻ എന്ന് പറയൂ? Extreme. എക്സ്ട്രീം. എക്സ്ട്രീമില് ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ എത്രയാണ്? മറന്നുപോയാ? മാക്സിമം. മാക്സിമത്തിന് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ ആംപ്ലിറ്റ്യൂഡ് ആണ്. മക്കളെ, ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ ആംപ്ലിറ്റ്യൂഡ് വരുമ്പോ വെലോസിറ്റി എന്താവും? സീറോ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഡിസ്പ്ലേസ്മെന്റ് സീറോ ആകുമ്പോൾ വെലോസിറ്റി മാക്സിമം, ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആകുമ്പോൾ വെലോസിറ്റി സീറോ. കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ച? Yes, sir. നിങ്ങളിത് നോട്ട് ചെയ്യാൻ പറ്റണോ നിങ്ങൾക്ക്? Yes, sir. നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതാണ് ഈ 2 പ്രാവശ്യം പറഞ്ഞു തന്നെ കേട്ടോ. പറയ്, ഇത് ഏത് പൊസിഷനാ? മെയിൻ പൊസിഷൻ. മീൻ. ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ എത്രയാ? Zero. സീറോ. വെലോസിറ്റി സീറോ ആണോ മാക്സിമം ആണോ? Maximum. എത്രയാ? എ ഒമേഗ. ഇതേതാ? എക്സ്ട്രീം പൊസിഷൻ. എക്സ്ട്രീമില് ഡിസ്പ്ലേസ്മെന്റ് Amplitude. മാക്സിമം ആണ്. വെലോസിറ്റി എത്രയാ? Zero. സീറോ. അപ്പൊ കണ്ട, ഡിസ്പ്ലേസ്മെന്റ് സീറോ ആകുമ്പോ ആ പൊസിഷനിൽ വെലോസിറ്റി മാക്സിമം, ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആകുമ്പോ ആ പൊസിഷനിൽ വെലോസിറ്റി സീറോ ആണ്. അപ്പൊ ഈ കണ്ട, ഒരുത്തൻ മാക്സിമം മറ്റൊന്ന് സീറോ വരുന്ന കണ്ട? Yes, sir. അതിന്റെ അർത്ഥം അവർ തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടെന്നാണ് അർത്ഥം. ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റി തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റി തമ്മിൽ 90 ഡിഗ്രിയുടെ വ്യത്യാസം ഉണ്ട്. ട്രിഗണോമെട്രിക്കലി ചിന്തിക്കുമ്പോൾ 90 ഡിഗ്രിയുടെ വ്യത്യാസം ഉണ്ട്. ഇത് നമ്മൾ ഗണിച്ച് പറഞ്ഞൊന്നല്ല. ഓക്കെ, നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ നമ്മൾ എ സൈൻ ഒമേഗ ടി വെച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടിയതാ? മുകളിൽ ഇട്ടാ വെലോസിറ്റി ഈക്വൽ ടു നമുക്ക് കണ്ട എ ഒമേഗ കോസ് ഒമേഗ ടി കിട്ടി. കണ്ട? ശ്രദ്ധിച്ച് നിങ്ങൾ ഇത് ഇവിടെ 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 കണ്ട? കണ്ടില്ലേ? Yes, sir. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എഴുതിയപ്പോ നമുക്ക് വെലോസിറ്റി കിട്ടിയത് എ ഒമേഗ കോസ് ഒമേഗ ടി ആണ്. കണ്ടോ മക്കളെ? അപ്പോ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനിൽ സൈനും വെലോസിറ്റി ഇക്വേഷനിൽ കോസും ആണ്. കണ്ടോ? y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് വെലോസിറ്റി കിട്ടിയത് എ ഒമേഗ കോസ് ഒമേഗ ടി ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷനിൽ സൈനും വെലോസിറ്റി ഇക്വേഷനിൽ കോസും ആണ്. സൈനും കോസും തമ്മിൽ 90 ഡിഗ്രിയുടെ വ്യത്യാസം ഉണ്ട്. അതാണ് ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റി തമ്മിൽ ഉണ്ടാക്കണ ഫേസ് ഡിഫറൻസ് 90 എന്ന് പറയണേ. കുഴപ്പമുണ്ടോ? അപ്പൊ അത് പഠിച്ചു വെക്കണം. പിന്നെ മറ്റൊരു കാര്യം പഠിച്ചു വെക്കാനുള്ളത് ശ്രദ്ധിക്കണണ്ട മക്കളെ. വെലോസിറ്റി വി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ 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 എവിടെ 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 എഴുതിയിട്ടുണ്ട്? കണ്ടോ? കണ്ട? കണ്ടോ? കണ്ടോ? കണ്ട? കണ്ടു. ഒന്ന് സ്ക്വയർ ചെയ്ത് വെറുതെ ജസ്റ്റ് ഫോർ ഹൊറർ ഒന്ന് സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്. 2 സൈഡിലും സ്ക്വയർ ചെയ്യുക. 2 സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? വിയുടെ സ്ക്വയർ എന്ത് വരും? V square. വി സ്ക്വയർ. ഒമേഗയുടെ സ്ക്വയർ എന്ത് വരും? Omega square. ഒമേഗ സ്ക്വയർ. റൂട്ടിന്റെ സ്ക്വയർ എന്ത് വരും? റൂട്ടിന്റെ സ്ക്വയർ വരുമ്പോൾ റൂട്ട് ഇല്ലാണ്ടാവും. റൂട്ടില്ലാണ്ടായി. എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വന്നു. കുഴപ്പമില്ലല്ലോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും മക്കളെ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വി സ്ക്വയർ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ. ശരിയാണോ? Yes, sir. ഈ മൈനസ് ഒമേഗ സ്ക്വയർ എടുക്കാം. സോ വി സ്ക്വയർ മക്കളെ മൈനസ് വരുമ്പോൾ പ്ലസ് ആവില്ലേ? വി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ശരിയാണോ? Yes, sir. ഡിവൈഡ് വിത്ത് ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. എല്ലാ ടേമിനെയും ഒമേഗ സ്ക്വയർ എ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും? വി സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. കുഴപ്പമുണ്ടോ? എല്ലാ ടൈമിനും നമ്മൾ ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡ് ചെയ്തു. ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. മക്കളെ ഈ ഒമേഗ സ്ക്വയർ വെട്ടിപ്പോവില്ലേ?
ഇവിടെ ഒമേഗ സ്ക്വയർ എ സ്ക്വയറും ഇവിടെ ഒമേഗ സ്ക്വയർ എ സ്ക്വയർ വെട്ടിപ്പോവും. ബാക്കി എന്തുണ്ട്? ബാക്കി വി സ്ക്വയർ ബൈ എ ഒമേഗ ഹോൾ സ്ക്വയർ ഉണ്ട്, പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇവിടെ ബാക്കിയുണ്ട്. റൈറ്റ് സൈഡിൽ മക്കളെ എല്ലാം വെട്ടിപ്പോയതുകൊണ്ട് 1 ബാക്കിയുണ്ട്. ശരിയാണോ? ഈ ഇക്വേഷൻ ശരിയല്ലേ? അപ്പൊ വി സ്ക്വയർ ബൈ എ ഒമേഗ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 ബാക്കിയുണ്ട്. മക്കളെ ഈ ഇക്വേഷൻ നിങ്ങൾ വല്ലയിടത്തും കണ്ടുപരിചയണ്ട? ഏതാവത് കണ്ടുപരിചയണ്ട ഈ ഇക്വേഷൻ? ഇങ്ങനെ ഒരു ഇക്വേഷൻ വല്ലയിടത്തും കണ്ടുപരിചയമുണ്ടോ? അറിയില്ല. ഇത് എലിപ്സിന്റെ ഇക്വേഷൻ ആണ്. മാത്സിൽ ചിലപ്പോൾ +1 പഠിച്ചിട്ടുണ്ടാവും. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. +1 +2 കഴിഞ്ഞ് മാത്സ് പഠിച്ച മാത്സ് എനിക്ക് ഇപ്പൊ ഓർമ്മയിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ, അതേ ഫോർമാറ്റ് ഇവിടെ കാണണം അല്ലെ? 1 റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട്, അടിയിൽ സ്ക്വയറുകൾ ഉണ്ട്. ശരിയല്ലേ? അപ്പോ ഇതൊരു ഇക്വേഷൻ ഓഫ് എലിപ്സ് ആണ്. സംശയം നിങ്ങൾ പറഞ്ഞോ. അപ്പൊ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഗ്രാഫ് പരീക്ഷയ്ക്ക് ചോദിക്കണ്ട. ഗ്രാഫ് ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് എലിപ്സ്. ഗ്രാഫ് ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് എലിപ്സ്. കുഴപ്പമുണ്ടോ? No, sir. പറഞ്ഞോ. ഗ്രാഫ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് എലിപ്സ്. ഗ്രാഫ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് വെലോസിറ്റി ഈസ് എലിപ്സ്. കുഴപ്പമുണ്ടോ? ഒരു തവണ ഒരു എൻട്രൻസ് എക്സാമിന് ചോദിച്ചത് ഗ്രാഫ് ബിറ്റ്വീൻ മൊമെന്റം ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചത്. അതെന്തായിരിക്കും മക്കളെ? ഈ മൊമെന്റം ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും അപ്പോ? അത്രേ ഉള്ളൂ. ഈ മൊമെന്റ് എന്ന് പറയുമ്പോൾ മാസിന്റെ വെലോസിറ്റി അല്ലേ? വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും നമ്മളുടെ ഗ്രാഫ് എലിപ്സ് ആണെങ്കിൽ മൊമെന്റ് എന്ന് പറയുമ്പോൾ ഒരു മാസ് കൂടി വന്നുള്ള എക്സ്ട്രാ, അത് എന്ത് തന്നെയായിരിക്കും? എലിപ്സ് തന്നെയായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെലോസിറ്റി കേസിൽ ഓർമ്മിച്ച് വെക്കണം. പറ, ഞാൻ 2-3 ക്വസ്റ്റ്യൻ ചോദിക്കാം, എല്ലാവരും പറഞ്ഞിട്ടാ. മാക്സിമം വെലോസിറ്റി എത്രയാണ്? എ ഒമേഗ. ഒരാളാ പറഞ്ഞത്. അയ്യേ, എ ഒമേഗ. ഒന്നുകൂടി, മാക്സിമം വെലോസിറ്റി എത്രയാണ്? അത് ഏത് പൊസിഷനിലാണ്? പൊസിഷനിലാണ്. ഓക്കെ. വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ഫേസ് ഡിഫറൻസ് എത്രയാണ്? 90. വെരി ഗുഡ്. വെലോസിറ്റി ഇക്വേഷൻ v equal to omega in root of A square minus Y square. a square minus y. അത് വെച്ചിട്ട് ചോദ്യം കിട്ടാം. യെസ്, ഓക്കെ. a square minus y square. പിന്നെ അടുത്തത് ഗ്രാഫ് ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. എലിപ്സ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? മക്കളെ വെലോസിറ്റി ഒരു കാര്യം കൂടി പറയാം. മക്കളെ വെലോസിറ്റി ഇക്വേഷൻ എ ഒമേഗ കോസ് ഒമേഗ ടി എൽ ഇടാം അല്ലേ? മക്കളെ ഈ സൈനിന്റെയും കോസിന്റെ ഒക്കെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ AC പഠിച്ചവരാ, +2 AC പഠിച്ചവർക്ക് അറിയാം. ഈ സൈൻ കർവില് ഒരു പകുതി പ്ലസ് ഒരു പകുതി മൈനസാ. കോസ് കർവിലും അത് തന്നെയാണ്. അതിങ്ങനെ തന്നെയാണ് അല്ലെ? പ്ലസ് മൈനസ് പ്ലസ് അങ്ങനെയാണ് പോവാ. അപ്പൊ ഈ സൈനിന്റെയും കോസിന്റെ ഒക്കെ ആവറേജ് വാല്യൂ വരുന്നത്, സൈൻ ഒമേഗാട്ടിയുടെയും കോസ് ഒമേഗാട്ടിയുടെ ഒക്കെ ആവറേജ് വാല്യൂ മക്കളെ പ്ലസും മൈനസും ഉള്ള കൊണ്ട് എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ വാട്ട് ഈസ് ആവറേജ് വാല്യൂ ഓഫ് വെലോസിറ്റി? ഇത് നീറ്റ് ക്വസ്റ്റ്യൻ ആട്ടാ. വാട്ട് ഈസ് ആവറേജ് വാല്യൂ ഓഫ് വെലോസിറ്റി ചോദിക്കും. മക്കളെ വെലോസിറ്റി ഇക്വേഷനിൽ കോസ് ആണുള്ളത്. കോസിന്റെ ആവറേജ് വാല്യൂ 0 ആണ്. അപ്പോ ആവറേജ് വാല്യൂ ഓഫ് വെലോസിറ്റി എത്രയാണ്? ഓവർ ഫുൾ ഓസിലേഷൻ ആവറേജ് വാല്യൂ ഓഫ് വെലോസിറ്റി 0 ആണ്. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട് കേട്ടോ. ഓക്കെ. അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അത്രയ്ക്കൊക്കെ വേണോ? ഇന്റഗ്രേഷനിലേക്ക് പോണം കേട്ടോ.
ഇനി ഹാഫ് ഓസിലേഷൻ ആണെങ്കിൽ നമുക്ക് മറ്റേ സാധാരണ ഇക്വേഷൻ യൂസ് ചെയ്താൽ ഈ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ഇല്ലേ? ആ ഡേ പോയാ അത് പോയി ഇടിച്ചാ നമുക്ക് അടുത്ത വേണ്ടേ? യെസ് സർ. എന്ത് സാറേ ഇടക്കൊന്ന് സ്റ്റക്ക് ആയതാ. ആ തുടങ്ങാം. y ഈക്വൽ ടു a sin omega t ശരിയാണോ? ആ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓസിലേഷനാ? മീൻ. ഓക്കെ. ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും? ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടിയത് നമുക്ക്? വെലോസിറ്റി കിട്ടി. a omega cos omega t. അഗൈൻ ഡിഫറൻഷിയേറ്റിംഗ്. നമുക്ക് ഒരു തവണ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അഗൈൻ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ. dv by dt ഒരു പ്രാവശ്യം ചെയ്യാൻ പോകട്ടാ. ഇവനെയാണ് ചെയ്യണേ കേട്ടാ. ഇവനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണേ. dv by dt ഈക്വൽ ടു d by dt ഓഫ് a omega cos omega t. ഒരു തവണ കൂടി ചെയ്യാൻ പോവാണ്. ഇവനേട്ടാ a omega cos omega t ആണ് ചെയ്യണേ. ഇത് അവിടെ എഴുതി a omega cos omega t. മകളെ dv by dt ആരാ? ആക്സലറേഷൻ. ആക്സലറേഷൻ a ഈക്വൽ ടു പറ. എയും ഒമേഗയും കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. എയും ഒമേഗയും കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തു വന്നു. കോൺസ്റ്റന്റ് ആയിട്ട് അവർ പുറത്തു വന്നു. ഇൻറ്റു കോസിന്റെ ഡിഫറൻസിയേഷൻ എന്താണെന്നറിയോ? മൈനസ് സൈൻ ഒമേഗ ടി ആണ്. കോസ് ഒമേഗ ടിയുടെ ഡിഫറൻസിയേഷൻ മൈനസ് സൈൻ ഒമേഗ ടി ആണ്. ഇനി ഒമേഗ കൂടി അവിടെ ഉള്ള കാരണം ഇൻറ്റു ഒമേഗ. ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ചെയിൻ റൂൾ ആണ്. അതൊക്കെ നമ്മൾ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അതിന്റെ സമയമല്ല അത്. അപ്പൊ ആക്സലറേഷൻ എ ഈക്വൽ ടു മൈനസ് ഇവിടെ ഉണ്ട്, എ ഇവിടെ ഉണ്ട് മക്കളെ, രണ്ട് ഒമേഗകളായി. അപ്പൊ മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി എന്ന് വന്നു. കുഴപ്പമുണ്ടോ? ഇതില് എ സൈൻ ഒമേഗ ടി. വാട്ട് ഈസ് എ സൈൻ ഒമേഗ ടി? പറ. ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ മൈനസ് ഒമേഗ സ്ക്വയർ എ സൈൻ ഒമേഗ ടിക്ക് വരെ എന്ത് എഴുതാം? എ സൈൻ ഒമേഗ ടിക്ക് വരും ഡിസ്പ്ലേസ്മെന്റ് വൈ എന്ന് എഴുതാം. ശരിയാണോ? അപ്പൊ ആക്സലറേഷൻ എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ വൈ. കുഴപ്പമുണ്ടോ? ഇല്ല സർ. ഇതാണ് അടുത്തത്. ആക്സലറേഷൻ എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ വൈ. ഏതാവും ഡൗട്ട് എടുക്ക? ഇല്ല. ഒബ്ജക്റ്റ് മെയിൻ പൊസിഷനിലാണെങ്കിലോ? ഒബ്ജക്റ്റ് മെയിൻ പൊസിഷനിലാണെങ്കിൽ പിടിച്ചോ ആടാ. അതൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് കാണിക്കോ? ആ പിന്നെന്താ, എന്താണോ ഫിസിക്സ് താല്പര്യമുള്ളവർ എത്ര പേരുണ്ട് ഇതിന്റെ ഉള്ളില്? ഞാനുണ്ട്. ആ ഒരാളോ? നോട്ട് ചെയ്തിട്ടോ സാറേ? നോട്ട് ചെയ്തു. ആ ഫിസിക്സ് താല്പര്യമുള്ളവർ ആരൊക്കെ ഉണ്ട്? ആരൊക്കെയോ ഉണ്ട്. വാ. ഒബ്ജക്റ്റ് മെയിൻ പൊസിഷനിലാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? പറ. 0. ഓ വെരി ഗുഡ്. ഡിസ്പ്ലേസ്മെന്റ് y ഈക്വൽ 0. മക്കളെ ആക്സലറേഷൻ ഇക്വേഷൻ നമ്മൾ എന്താ എഴുതി? ആക്സലറേഷൻ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ y അല്ലേ? Yes, sir. അപ്പൊ എന്താ പറ്റിയത്? Y equal to 0. അപ്പൊ ആക്സലറേഷൻ എത്ര വരും? 0. സത്യണ്ടോ? ഇനി ഒബ്ജക്റ്റ് എക്സ്ട്രീമിലാണെങ്കിലോ? y ഈക്വൽ എത്രയാ? എക്സ്ട്രീം പൊസിഷനിലാണെങ്കിൽ എടി വൈയാ ചോദിക്കണ വൈ. വൈ ഈക്വൽ a അല്ലേ? അപ്പൊ ആക്സലറേഷൻ ഈക്വൽ ടു വരും മൈനസ് ഒമേഗ സ്ക്വയർ വൈക്ക് വരെ എന്ത് എഴുതാം? അപ്പൊ മാക്സിമം ആക്സലറേഷൻ ആണ് മക്കളെ ഒമേഗ സ്ക്വയർ. കുഴപ്പമുണ്ടോ? അതെന്താ അങ്ങനെ? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? മൈനസ് അതിന്റെ ഡയറക്ഷൻ ആണ് മോളെ.
ഈ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുള്ള മൈനസുമായിട്ട് ഫിസിക്സിലെ മൈനസുകൾക്ക് കുറെ വ്യത്യാസങ്ങളുണ്ട്. ഫിസിക്സിന് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് കാണിക്കാൻ വേണ്ടി മൈനസ് ഇടാറുണ്ട് അല്ലേ? അത് മാത്സിലെ മൈനസ് അല്ല. മാത്സുകാർ മൈനസ് പറയണത് മണ്ടന്മാരാ, അവർക്ക് അങ്ങനെ പറയാം. പൂജ്യത്തിൽ നിന്ന് താഴെ പോണൊക്കെ മൈനസാ, മൈനസ് ഒന്ന് കഴിഞ്ഞാൽ ചെറുതാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാം. അത് മാത്സുകാർക്ക്. നമ്മൾ മൈനസ് ഇടുന്നതിന് പല അർത്ഥങ്ങളുണ്ട്. ബിക്കോസ് വി ആർ ഫിസിക്സ് പഠിക്കുന്ന പിള്ളേര്, ഫിസിക്സുകാർക്ക് ഭയങ്കര അർത്ഥങ്ങളുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് മൈനസ് ഇടുന്നത് ചിലപ്പോ പൂജ്യത്തേക്കാൾ കുറവായാലുണ്ടായിരിക്കാം, ചിലപ്പോൾ ഡയറക്ഷൻ റിവേഴ്സ് ആയാലുണ്ടായിരിക്കാം. ഇവിടെ മൈനസ് ഇട്ടിരിക്കുന്നത് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നോക്കിയേ, ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് പെൻഡുലം. ഇത് ഏത് പൊസിഷനാ? മീൻ പൊസിഷൻ. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട് വരുത്തുന്നു കേട്ടോ. നമ്മൾ ഈ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നു. നമ്മൾ ഏത് സൈഡിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നത് നോക്കി ഞാൻ ആരോ മാർക്ക് ഇടുന്നുണ്ട്. റൈറ്റ് സൈഡിലേക്കാണ് ഡിസ്പ്ലേസ് ചെയ്യണേ. വൈ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്ന ഇങ്ങോട്ടായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. കണ്ടോ, അത്രേ ഉള്ളൂ. ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉണ്ടാവും. അപ്പൊ വൈയുടെ ഡയറക്ഷന് നേരെ ഓപ്പോസിറ്റ് ആണ് ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത്. അത് കാരണം കൊണ്ടാണ് അവിടെ മൈനസ് എന്ന് വരുന്നത്. സംശയമുണ്ടോ? അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡിനുമായിട്ട് മൈനസിന് യാതൊരു വിധം എന്തില്ല, ബന്ധം ഇല്ല. ഈ മൈനസ് വരുന്നത് അതിന് എന്ത് ഫലം കൊണ്ടാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് നോക്കുമ്പോ എത്രയാ? അപ്പൊ മാക്സിമം ആക്സലേഷൻ എത്രയായിരിക്കും? ഒമേഗ സ്ക്വയർ. അപ്പൊ എ മാക്സ് എത്രയാണെന്ന് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതാ? ഒമേഗ സ്ക്വയർ. തെറ്റിക്കോ? പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കും, വാട്ട് ഈസ് എ മാക്സ് ബൈ വി മാക്സ്? അത് ചോദിക്കണ്ടാ. എ മാക്സ് ബൈ വി മാക്സ് ചോദിക്കും. മക്കളെ എ മാക്സ് ആയിട്ട് എത്രയാ? ഒമേഗ സ്ക്വയർ. വി മാക്സ് എത്രയായിരുന്നുടാ? ഓർമ്മയുണ്ടാ പഠിപ്പിച്ചത്? നോ. യെസ്, വെരി ഗുഡ്. എ ഒമേഗ. എയും എയും വെട്ടി, ഒരു ഒമേഗയും വെട്ടി. എ മാക്സ് ബൈ വി മാക്സ് ആരാ? ഒമേഗ. അങ്ങനെ ട്വിസ്റ്റ് ഉണ്ടായില്ല കേട്ടാ. എ മാക്സ് ബൈ വി മാക്സ് ഈക്വൽ ടു ഒമേഗ. മക്കളെ ഒമേഗ ആരാ? ആംഗുലാർ ഫ്രീക്വൻസി. ഫ്രീക്വൻസി. ആംഗുലാർ ഫ്രീക്വൻസി ഇക്വേഷൻ പറ, 2π/t. ശരിയാണോ? ആണോ? ആണ്. മക്കളെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ പറ. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്തായിരുന്നു? എ സൈൻ ഒമേഗ ടി ആയിരുന്നു അല്ലെ? വെലോസിറ്റി ഇക്വേഷൻ എന്തായിരുന്നു? വെലോസിറ്റി ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി ആയിരുന്നു. ആക്സിലറേഷൻ ഇപ്പൊ കിട്ടിയത് എന്താ? മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി ആണ്. ശരിയാണോ? യെസ്. മക്കളെ ശ്രദ്ധിച്ചേക്കട്ടോ, ശ്രദ്ധിച്ച് എല്ലാവരും കേൾക്കണേ. ഇതാ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനിൽ സൈൻ ആയിരുന്നു. ശരിയാണോ? വെലോസിറ്റി ഇക്വേഷൻ അത് ആരായി? സൈനും കോസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ വ്യത്യാസം എത്രയാണ് നമ്മൾ പഠിപ്പിച്ചു? 90 ഡിഗ്രിയാണ് വ്യത്യാസം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റിൽ സൈൻ ആയിരുന്നു. ശരിയാണോ? ഡിസ്പ്ലേസ്മെന്റിൽ സൈൻ ആയിരുന്നു. ശരിയല്ലേ? വീണ്ടും ആക്സിലറേഷനിൽ അത് മൈനസ് സൈൻ ആണ്. കണ്ടോ നിങ്ങൾ? ആക്സിലറേഷനിൽ അത് മൈനസ് സൈൻ ആണ്. ആക്സിലറേഷൻ ഇക്വേഷനിൽ മൈനസ് ഉണ്ട് കേട്ടോ. അതേ ഞാൻ ബ്ലൂ കളർ കൊണ്ട് ഇങ്ങനെ വട്ടണ മൈനസ് സൈൻ ഉണ്ട്. കണ്ടോ? അപ്പൊ ഈ മൈനസ് ഉള്ള കാരണം കൊണ്ട് ഇവര് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 180 ഡിഗ്രിയാണ്. അപ്പോ സൈനും മൈനസ് സൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ഫേസ് ഡിഫറൻസ് എത്രയാ? എത്രയാ? 180 ഡിഗ്രി. അപ്പോൾ വാട്ട് ഈസ് ദ ഫേസ് ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ആക്സിലറേഷൻ? നീറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. വാട്ട് ഈസ് ദ ഫേസ് ആംഗിൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ആക്സിലറേഷൻ? എത്രയാ? 180 ഡിഗ്രി. 180 ഡിഗ്രി. അപ്പൊ ഞാൻ 3 കൂടി എഴുതി വെക്കാം. 3 കൂടി നമുക്ക് എഴുതുമ്പോൾ ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും തമ്മിൽ എത്ര ഡിഗ്രി ഉണ്ട്? 90 ഡിഗ്രി ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റും ആക്സിലറേഷൻ തമ്മിൽ എത്ര ഡിഗ്രി ഉണ്ട്? 90 ഡിഗ്രി. സോറി. എത്ര ഡിഗ്രിയാ? 180. അപ്പൊ വെലോസിറ്റിയും ആക്സിലറേഷൻ തമ്മിൽ എത്ര ഡിഗ്രി ഉണ്ടാവും? LKG പിള്ളേർ പറയും 90. സംശയം ഉണ്ടാ? ഇല്ലല്ലോ. മകളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയും. ഉണ്ടാ? ഇല്ല സാർ. അപ്പൊ ഒന്നുകൂടി പറഞ്ഞേ.
y ഈക്വൽ ടു a sin omega t എപ്പോഴാണ് യൂസ് ചെയ്യാം? മീൻ പൊസിഷൻ. മീൻ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ y ഈക്വൽ ടു a cos omega t എപ്പോഴാണ് യൂസ് ചെയ്യാം? Extreme position. മാക്സിമം വെലോസിറ്റി A omega. ഏത് പൊസിഷനിലാണ്? Mean മീൻ position. പൊസിഷനില്. ഓക്കെ. മിനിമം വെലോസിറ്റി എത്രയാ? 0. 0. 0. ഏത് പൊസിഷനിലാണ്? Extreme എക്സ്ട്രീം position. പൊസിഷനില്. a max by v max എത്രയാ? Omega. ഒമേഗ. ഒമേഗ. ഒമേഗ ഇക്വേഷൻ തരാ 2 2 pi pi beta t. 2 pi by t angular frequency. Angle between acceleration and displacement 180. 180 180 degree. degree. Okay. Graph between velocity and displacement. Ellipse. Ellipse. Graph between momentum and displacement. Ellipse. Ellipse. ഓഹോ, ഇത് നിങ്ങൾ ഒന്നുമില്ല. വി ആവറേജ് എത്രയാ? 0. ഇത് പഠിക്കാൻ പറ്റുന്നതാണ് നിങ്ങള്. ഓക്കെ, അത്ര വലിയ രസമില്ലാത്ത ചാപ്റ്റർ കേട്ടത്. പോട്ടെ, കുഴപ്പമില്ല. മക്കളെ, ആക്സിലറേഷൻ എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ വൈ എഴുതിണ്ടാ? പോയി, അവൻ കാണല്ല. ഹലോ, Yes sir. ആക്സിലറേഷൻ എ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ വൈ എന്ന് എഴുതിയിട്ടുണ്ടോ? Yes sir. ഇല്ലാന്നാ? ഈ മൈനസ് ഒമേഗ സ്ക്വയർ ഇങ്ങോട്ട് എന്ത് വരും? അത് Plus. അപ്പൊ ആക്സിലേഷൻ പ്ലസ് ഒമേഗ സ്ക്വയർ വൈ ഈക്വൽ ടു 0 അല്ലേ? Yes sir. ഓക്കെ. ആക്സിലേഷൻ എന്ന് പറയുമ്പോ നോക്കി ശ്രദ്ധിക്കട്ട, ഡിസ്പ്ലേസ്മെന്റ് ഒരു തവണ ഡിഫറൻസ് ചെയ്ത് കിട്ടാ? ആലോചിക്കുക. ഞാൻ റൈറ്റ് സൈഡിൽ എഴുതുന്നുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ഒരു തവണ ഡിഫറൻസ് ചെയ്താൽ Velocity. 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 ആ വെലോസിറ്റി വീണ്ടും ഒരു തവണ ഡിഫറൻസ് ചെയ്താൽ Acceleration. Acceleration കിട്ടും. അപ്പൊ ആക്സിലേഷൻ കിട്ടണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്ര തവണ ഡിഫറൻസ് ചെയ്യണം? എന്താണ്? ഒരു തവണ ഡിഫറൻസ് ചെയ്താൽ വെലോസിറ്റി കിട്ടാമോ? വീണ്ടും ചെയ്താലാണ് ആക്സിലേഷൻ കിട്ടുക. അപ്പൊ രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താം? ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ എഴുതി കൂടെ? Yes sir. Yes sir. അപ്പൊ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വൈ ഈക്വൽ ടു 0. ശരിയാണോ? Yes sir. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എസ് എച്ച് എം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എസ് എച്ച് എം. കുഴപ്പമുണ്ടോ? Unless പറഞ്ഞു, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ, എവിടെ ഉണ്ട്? കുഴപ്പമില്ലടാ. No sir. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം. എനർജി ഇൻ എസ് എച്ച് എം അടുത്ത് കേട്ടോ. എനർജി മക്കളെ ഇക്വേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എനർജി ഇൻ എസ് എച്ച് എം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എനർജി ഇൻ ഓസിലേഷൻ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് ആദ്യം കൈൻഡ് കാണിച്ച് പിടിക്കാം. മകളെ കൈൻഡ് കാണിച്ച് ഇക്വേഷൻ പറ. ഹാഫ് എൻ വി സ്ക്വയർ അല്ലേ? yes sir. കേട്ടില്ല. എനർജി എന്താ? ഹാഫ് എൻ വി സ്ക്വയർ അല്ലേ? Yes sir. Yes sir. മക്കളെ വി ഈക്വൽ ടു ഒമേഗ ആൻഡ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എഴുതി വെച്ചിട്ടുണ്ടാ? Yes sir. വി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ കൈൻഡ് കാണിച്ച് കൊണ്ട് വരും. കൈൻഡ് കാണിച്ച് കൊണ്ട് ഹാഫ് എം മക്കളെ വി സ്ക്വയറിന് പകരം Omega. Omega root of a. സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇതാണ് ഏത് എനർജി? കൈൻഡ് കാണിച്ച്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോ. അപ്പൊ കൈൻഡ് കാണിച്ച് കൊണ്ട് ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. കുഴപ്പമുണ്ടോ? ഇല്ല sir. ഓക്കെ, നോക്കാം. വേറെ ഇക്വേഷൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. നമ്മളെ വി ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി പഠിപ്പിച്ചിട്ടില്ലേ?
Yes, sir. Yes, sir. വേണമെങ്കിൽ അതും എഴുതാം. അപ്പൊ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. മക്കളെ വി സ്ക്വയർ പിടിച്ചോ. എ സ്ക്വയർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? No, No, sir. sir. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? അല്ലെങ്കിൽ പറയട്ടാ, നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ മക്കളെ നോക്കിട്ടാ. y ഈക്വൽ ടു, ശ്രദ്ധിക്കണേ, y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി അല്ലേ? v ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി ആണ്. ആക്സിലേഷൻ എ ഈക്വൽ ടു മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി ആണ്. ഇപ്പൊ അതിന്റെ കൂട്ടത്തിലേക്ക് കൈനറ്റിക് എനർജി വരുന്നു. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി. ശരിയാണോ? പറ. പറഞ്ഞോ. ഓക്കെ. ഇനി അടുത്ത് മക്കളെ വേണം പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ. എല്ലാവരും ശ്രദ്ധിക്കട്ടെ, ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, നോ ഡെറിവേഷൻ. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ ആണ്. പിടിച്ചോട്ടാ. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു, ഒരു പ്രാവശ്യം കൂടി എഴുതാം, പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതണേ. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ. കണ്ട? എഴുതിയാ? നോക്കിയാ? Yes, sir. ഓക്കെ മക്കളെ, വൈയുടെ ഇക്വേഷൻ പറ. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു A sin omega t. അപ്പൊ ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈക്ക് വരം എ സൈൻ ഒമേഗ ടി. സ്ക്വയർ ഇല്ലേ? അപ്പൊ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? സോ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ എന്ത് എഴുതും മക്കളെ? പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. സന്തോഷമായില്ലേ? നിങ്ങളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. സാറേ, ഇപ്പൊ മൊത്തത്തിൽ കൈനറ്റിക് എനർജിക്ക് 3 ഇക്വേഷൻ അല്ലേ നമ്മള് പറഞ്ഞത്? എന്തിട്ട്? കൈനറ്റിക് എനർജിക്ക് 3 ഇക്വേഷൻ അല്ലേ പറഞ്ഞേന്ന്? 3 ഇക്വേഷൻ പറയണ്ട, രണ്ടരല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ഇതും പിന്നെ ഇതും. ഇതൊരു ഇക്വേഷൻ, ഹാഫ് എം ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി. പിന്നെ ഇത് ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇക്വേഷൻ ഉണ്ടോ? പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു ഇക്വേഷനും കൈനറ്റിക് എനർജിക്ക് 2 ഇക്വേഷനും അല്ലേ സർ? പൊട്ടൻഷ്യൽ എനർജിക്ക് 2 ഇക്വേഷൻ ഉണ്ട് മോളെ. ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ ഇവിടെ വരണം, പിന്നെ ഇത് വരണം. ഓക്കെ. ഓക്കെ. ഡൗട്ട് ഉണ്ടോ? വാ, ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ ശരിയാക്കി തരാം. പിടിച്ചോ. y ഈക്വൽ ടു, പതുക്കെ ആരാംസെ ചിന്തിച്ചോടാ, y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. ശരിയാണോ? ഓക്കെ, ഗുഡ്. ഒരു തവണ ഡിഫറൻഷ്യൽ ചെയ്താൽ എന്ത് കിട്ടും? ആലോചിക്കേ, ഒരു തവണ ഡിഫറൻഷ്യൽ ചെയ്താൽ വെലോസിറ്റി കിട്ടും. വെലോസിറ്റി ഇക്വേഷൻ എന്താ? എ ഒമേഗ കോസ് ഒമേഗ ടി. കുഴപ്പമുണ്ടോ? ഓക്കെ. വീണ്ടും ഒരു തവണ ഡിഫറൻഷ്യൽ ചെയ്താൽ എന്ത് കിട്ടും? ആക്സിലറേഷൻ മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി. കുഴപ്പമുണ്ടോ? കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഹാഫ് എം വി സ്ക്വയർ. ഹാഫ് എം മക്കളെ ഇവിടുന്ന് വി സ്ക്വയർ ഇവിടുന്ന് എടുക്കുക, ഇത് ഇവിടുന്ന് വി സ്ക്വയർ എടുക്കുക. വെറുതെ മനസ്സിൽ ചെയ്യാവുന്നല്ലോ. എന്നിട്ട് എ സ്ക്വയർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി. കുഴപ്പമുണ്ടോ? പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ. വൈ സ്ക്വയർ ഇവിടെ എടുക്കാം. എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. ആർക്കെങ്കിലും സംശയം പറഞ്ഞു?
പറഞ്ഞോ, വേം പറ. ഹലോ, കേക്കണ്ട? Clear, sir. ആണോ? അതെ സർ. വേണമെങ്കിൽ കൈൻഡ് കാണിച്ചിട്ട് അപ്പുറത്ത് വേറെ ഇക്വേഷൻ മറ്റേ തരാം. ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജിക്ക് ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ. ഓക്കെ ആണോ? മക്കളെ, ഞാൻ നിങ്ങളെ ഒരു കാര്യം പറഞ്ഞുതരാം. ഡിസ്പ്ലേസ്മെന്റ് y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി അല്ലേ? മക്കളെ, സൈനിന്റെ ഗ്രാഫ് ഒന്നില്ലടാ. മക്കളെ, സൈനിന്റെ ഗ്രാഫ് ഇങ്ങനെയല്ലടാ. സൈൻ കർവിന്റെ ഗ്രാഫ് ഇതല്ലേ? അല്ലേ? നിങ്ങളെന്ത് അല്ലേ? സൈനിന്റെ ഗ്രാഫ് അറിയോ? ഇതല്ലേ സൈനിന്റെ ഗ്രാഫ്? അപ്പൊ ഡിസ്പ്ലേസ്മെന്റിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. മക്കളെ, വെലോസിറ്റി ഇക്വേഷൻ ആരാണ്? വെലോസിറ്റി ഇക്വേഷനില് കോസിന്റെ ഗ്രാഫ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? മോളിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യാം? ഇതാണ് ഇതിന്റെ ഗ്രാഫ്, കോസിന്റെ ഗ്രാഫ്. മക്കളെ, പറയ്. അയ്യോ പോയി. കേക്കണ്ടോ ഞാൻ പറയണത്? Yes, sir. y ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ആണോ? പറ. Yes. ട്രിഗണോമെട്രി പഠിച്ചവർക്ക് അറിയാലോ സൈനിന്റെ ഗ്രാഫ് എന്താ. ഇങ്ങനെയാണ് സൈനിന്റെ ഗ്രാഫ്. പറ. അല്ലേ? ആണ്. ഓക്കെ, ഒരു തവണ ഡിഫറൻഷ്യൽ ചെയ്താൽ എന്ത് കിട്ടും? വെലോസിറ്റി v ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി എന്ന് കിട്ടും. കോസിന്റെ ഗ്രാഫ് എങ്ങനെയാ വരിക? 90 ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യും. മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഒരു തവണ ഡിഫറൻഷ്യൽ ചെയ്താൽ എന്ത് കിട്ടും? വീണ്ടും ആക്സലേഷൻ കിട്ടും. മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ശരിയാണോ? അപ്പൊ മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി. മക്കളെ, മൈനസ് സൈന്റെ ഗ്രാഫ് എവിടുന്ന വരയ്ക്കുക? നെഗറ്റീവ്. സാധാരണ സൈന്റെ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കാറ്, മുകളിൽ നിന്ന് വരയ്ക്കാറ്. ഇതിങ്ങനെ വരയ്ക്കും. ശരിയാണോ? Yes, sir. കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് പറയാം. മക്കളെ, കൈനറ്റിക് എനർജി കൊണ്ട് ശ്രദ്ധിക്കട്ട. ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി ആണ് കൈനറ്റിക് എനർജി. ശരിയല്ലേ? അല്ലടാ മക്കളെ? ഈ കോസിന്റെ സ്ക്വയറിന് മക്കളെ സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവും. ആലോചിക്ക്, സ്ക്വയർ ചെയ്യുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് തന്നെ ഉണ്ടാവും. ഇല്ല. അപ്പൊ ഈ കോസ് സ്ക്വയറിന്റെ ഗ്രാഫ് അത് ഇങ്ങനെയായിരിക്കും. ശ്രദ്ധിച്ചു നോക്കട്ടെ. അത് കണ്ട, ഇത് ഇങ്ങനെയായിരിക്കും. നെഗറ്റിവിറ്റിക്ക് പോകണ്ടാത് ഇല്ല. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ ചെയ്താൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്. സൈനിന്റെ ഗ്രാഫ് എന്താ? സൈനിന്റെ ഗ്രാഫ് ഇങ്ങനെയാ. പക്ഷേ സൈൻ സ്ക്വയർ വരുമ്പോ മക്കളെ നെഗറ്റിവിറ്റിക്ക് പോടാ. ഇങ്ങനെയായിരിക്കും. കണ്ടോ? കണ്ടു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ ഇവിടെ വരയ്ക്കുന്നത് ശ്രദ്ധിക്കട്ട. ഇതാണ് ഒരു സൈൻ കർവ്. ശരിയാണോ? ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തു. ശരിയാണോ? മക്കളെ, സൈൻ സ്ക്വയർ വരയ്ക്കുമ്പോ അങ്ങനെയല്ല. കണ്ടോ? സൈൻ സ്ക്വയർ വരയ്ക്കുമ്പോ ഇങ്ങനെയാ. സൈൻ സ്ക്വയറിൽ ഇപ്പൊ രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? രണ്ട് റിപ്പീറ്റഡ് ഷേപ്പുകൾ വന്നു. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. സൈൻ്റെ ഒരു റിപ്പീറ്റഡ് ഷേപ്പ് ഇത് ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയാണ് റിപ്പീറ്റഡ് ഷേപ്പ് തുടങ്ങുള്ളൂ. കണ്ടോ? അപ്പൊ സൈൻ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? 2. അതാണ് അതിന്റെ ട്വിസ്റ്റ്. അപ്പോ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, ഇത് ചോദിച്ചിട്ടാ നീറ്റിന്. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എഫ് ആണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് കൈനറ്റിക് എനർജി എത്രയായിരിക്കും? മക്കളെ, കൈനറ്റിക് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയിലും പൊട്ടൻഷ്യൽ എനർജിയിലൊക്കെ സൈൻ സ്ക്വയറും കോസ് സ്ക്വയറും ഒക്കെയാണ്.
അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എഫ് ആണെങ്കിൽ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഫ്രീക്വൻസി എത്രയായിരിക്കും? 2f ആയിരിക്കും. ആ 2f എന്ന് പറയാനുള്ള കാരണം നോക്ക്, ഡിസ്പ്ലേസ്മെന്റിൽ സൈൻ കർവാ. ഇവിടെയാണ് ഒരു സൈൻ കർവ് അവസാനിക്കണേ. ഒരു സൈൻ കർവ് അവസാനിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെയാണ് എന്ത് ചെയ്യണേ? ആ ഷേപ്പ് എന്ത് ചെയ്ത് പോകണത്? വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകണത്. അപ്പോൾ ഒരു സൈക്കിൾ അവസാനിക്കുന്ന ഇവിടെയാണെങ്കിലും സൈൻ സ്ക്വയറിന്റെ കേസിൽ ഒരു സൈക്കിൾ ഇവിടെ അവസാനിക്കും. പിന്നെ അവിടുന്ന് വീണ്ടും റിപ്പീറ്റേഷൻ ആകണ്ട. അപ്പൊ സൈൻ സ്ക്വയറിന്റെ കേസിൽ ഒരു സൈക്കിൾ ഇവിടെ അവസാനിച്ചു, ഇത് വീണ്ടും റിപ്പീറ്റേഷൻ ആണ്. അപ്പൊ 2 സൈക്കിളായി. അപ്പൊ ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനർജിയുടെ 2 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ശരിയാണല്ലേ? ആ ഒരു ഡബിൾ ദ ഫ്രീക്വൻസി എവിടെ കാണാൻ പറ്റും? കൈനറ്റിക് എനർജിയിലും പൊട്ടൻഷ്യൽ എനർജിയിലും കാണാൻ പറ്റും. ഡൗട്ട് ഉണ്ടോ? സാർ അപ്പൊ സൈൻ സ്ക്വയറിന്റെ ഗ്രാഫിന് മാത്രല്ലേ വ്യത്യാസമുള്ളൂ? ആ, സൈൻ സ്ക്വയറും കോസ് സ്ക്വയറും. അല്ല, കോസ് സ്ക്വയറിന്റെ ഗ്രാഫില് ഒരു ഒരു പ്രാവശ്യമല്ലേ, മീൻസ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ തീർക്കണമെങ്കിൽ 0 ടു മീൻ പൊസിഷൻ വരെ എത്തണ്ടേ? അല്ല, 0 ടു 0 തന്നെ എത്തണ്ടേ? ഇതന്നെയല്ലേ കോസ് സ്ക്വയറിന്റെ ഗ്രാഫ്? ആ, എങ്ങനെ സംഭവിക്കുക? ഇങ്ങനെയല്ലേ? സൈൻ സ്ക്വയർ. ഓക്കെ സർ. ഇങ്ങനെയല്ലേ പോവാ? അല്ലേ? ഇങ്ങനെ തന്നെ പോവാ. യെസ് സർ. അത് ഡബിൾ ദ ഫ്രീക്വൻസി ആണ് കേട്ടോ. അപ്പൊ അത് ചോദിക്കുന്നുണ്ട്, അത് ശ്രദ്ധിച്ചു ചോദിക്കണം. കുഴപ്പമില്ലല്ലോ. അടുത്ത് പറയട്ടെ. ഇനി വേറെ ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, മക്കളെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഈക്വൽ ആവുന്ന സ്ഥലം എവിടെയാണ്? പൊസിഷൻ വേർ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി. അത് ചോദിക്കും. പൊസിഷൻ വേർ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി. മക്കളെ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ പറ. 12 m⍵² y² ആണ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയോ 12 m⍵² a² - y² ആണ് കൈനറ്റിക് എനർജി. ശരിയാണോ? ഇത് പൊട്ടൻഷ്യൽ എനർജി, മറ്റൊരു കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി ഈക്വൽ ആവുന്ന സ്ഥലം ചോദിച്ചേ ആണോ? പൊസിഷൻ വേർ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി പറ. Yes, sir. പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ പറ. Half m square e square sin square omega. അത് വേണ്ട, ഇത് മതി. 12 m⍵² y² മതി. ഓക്കെ. കൈനറ്റിക് എനർജിയുടെ 12 m⍵² a² - y² മതി. മക്കളെ ഹാഫും വെട്ടി, എമ്മും വെട്ടി, ω² വെട്ടി, y² ഈക്വൽ ടു എന്ത് വരും? y² ഈക്വൽ ടു a² - y² വരും. മക്കളെ -y² ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 2y² വരും. സോ 2y² ഈക്വൽ ടു a² എന്ന് വരും. ദെൻ y² ഈക്വൽ ടു a²/2 വരും. y ഈക്വൽ ടു a/√2 വരും. വളരെ ഗംഭീരമായിട്ടുള്ള പോയിന്റ് ആട്ടോ. ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ √2 വരുമ്പോ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആവും. അപ്പൊ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആവുന്ന സ്ഥലം എവിടെയാണ്? വെറുതെ നമ്മൾ നോക്കി കളയണ്ട. കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി വരുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ √2 വരുമ്പോഴാണ്. കുഴപ്പമുണ്ടോ? ഇല്ല സർ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അടുത്ത് പറയട്ടെ. ഓക്കെ, അടുത്തത് ഇതാ. മക്കളെ ശ്രദ്ധിക്കട്ട, ഇതൊരു നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. y ഈക്വൽ ടു a sin ωt പ്ലസ് b cos ωt. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആണ്. ഇങ്ങനെയൊക്കെ ഡിസ്പ്ലേസ്മെന്റ് തരാട്ടാ. y ഈക്വൽ ടു a sin ωt പ്ലസ് b cos ωt. ഇങ്ങനെ കണ്ട സൈന്റെയും കോസിന്റെയും ഇക്വേഷനിൽ എന്ത് തന്നിരിക്കുന്നു? ഡിസ്പ്ലേസ്മെന്റ് തന്നിരിക്കുന്നു. ഓക്കെ,
യെസ് സർ. ആ മക്കൾ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട്. നീറ്റിന്റെ എക്സാമിന് ചോദ്യമാണ് പറയണേ, ഫൈൻഡ് ആംപ്ലിറ്റ്യൂഡ് എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് തന്നിരിക്കുന്നത് എങ്ങനെയാ? y ഈക്വൽ ടു പറ a സൈൻ ഒമേഗ ടി ഉണ്ട്, പ്ലസ് എന്തുണ്ട്, b കോസ് ഒമേഗ ടി ഉണ്ട്. ശരിയാണോ? ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞു. അയ്യോ കട്ടായി ഉണ്ടാവും. കേക്കണ്ടാ? യെസ് സർ. സ്ക്രീൻ കാണണ്ട? കാണുന്നു. ആ ഇപ്പൊ കാണില്ലെങ്കിൽ പറയട്ടാ. കാണണ്ട? കാണുന്നത്. ആ ഓക്കെ. ആ വൈയുടെ ആദ്യത്തെ ഇക്വേഷൻ ആരായിരുന്നു? സൈൻ അല്ലേ? അല്ലേ? അതെ സർ. ആ അടുത്ത ഇക്വേഷൻ ആരാ? കോസ്. ശരിയാണോ? മക്കളെ ഈ കോസ് വരുമ്പോ എത്ര ഡിഗ്രിയുടെ ഫേസ് ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറ. 90 ഡിഗ്രി. അപ്പൊ മക്കൾ നോക്കടാ, ഇതാണ് എ എന്ന് പറഞ്ഞ ആ സംഭവം. എ സൈനോമേഗയുടെ ലൈൻ ഇതാണ്. ശരിയാണോ എന്ന് വിചാരിക്കുക. മക്കൾ അടുത്ത് ബിയുടെ അപ്പുറത്ത് ആരാള? ബിയുടെ അപ്പുറത്ത് കോസ് ആളത്. കോസ് പറയുമ്പോ എത്ര ഡിഗ്രി ഉണ്ടാവും? ആലോചിക്ക്. കോസ് പറയുമ്പോ എത്ര ഡിഗ്രി ആയിരിക്കും? എത്ര ഡിഗ്രിയുടെ ലീഡ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ഡിഗ്രിയുടെ വ്യത്യാസം കാണിക്കുന്നുണ്ട്? 90 ഡിഗ്രിയുടെ വ്യത്യാസം കാണിക്കും. അപ്പൊ മക്കൾ ഇതാണ് ബി. സംശയം ഉണ്ടെങ്കിൽ പറയും. അപ്പൊ എ നമ്മൾ ഇങ്ങനെ വരച്ചു, ബി ഇങ്ങനെ വരച്ചു. ഇവർ തമ്മിൽ 90 ഡിഗ്രി വരയ്ക്കാനുള്ള കാരണം എന്താ? പറയും. നിങ്ങൾക്ക് മനസ്സിലായ കാരണം പറ. ഈ 90 ഡിഗ്രി വരയ്ക്കാനുള്ള കാരണം എന്താ? എയുടെ അവിടെ സൈനും ബിയുടെ അവിടെ കോസും ആണ്. കോസ് പറയുമ്പോൾ എത്ര ഡിഗ്രി ലീഡ് കാണും? 90 ഡിഗ്രി. അപ്പൊ എയും ബിയും 90 ഡിഗ്രി വരച്ചില്ലേ? വാട്ട് ഈസ് ദ സം? ഇതിന്റെ നെറ്റ് എത്രയാ വരിക? ഇത് വെക്ടർ പോലെയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആഡ് ചെയ്യാൻ പറയുമ്പോൾ വെക്ടറിലാണ് ചെയ്യേണ്ടത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വരുമ്പോൾ വെക്ടറിൽ ആഡ് ചെയ്യണം. അപ്പൊ എയും ബിയും ഞാൻ പർപ്പിളിൽ വരച്ചു. മക്കളെ പർപ്പിളിൽ വരയ്ക്കുമ്പോൾ ഇതിന്റെ വെക്ടർ അഡീഷൻ എന്താ വരിക? √(a² + b² ആണ് അല്ലെ? അതാണ് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ്. സോ വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഓസിലേഷൻ? √(a² + b². തെറ്റിക്കരുത്, അതൊരു ചോദ്യമാണ്. അപ്പോ പരീക്ഷയ്ക്ക് ഇപ്പൊ ഇങ്ങനെ തരുന്നു നോക്കിയാൽ y ഈക്വൽ ടു 3 സൈൻ ഒമേഗ ടി പ്ലസ് 4 കോസ് ഒമേഗ ടി തന്നു. വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്? ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു മക്കളെ √(3² + 4²) ദാറ്റ് ഈസ് ഈക്വൽ ടു 5. തെറ്റിക്കോ? അതൊരു ഗംഭീര ക്വസ്റ്റ്യൻ ആട്ടാ. ഓക്കെ, കിട്ടിയ? അടുത്തത് വാടാ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. y ഈക്വൽ ടു a പ്ലസ് ബി സൈൻ ഒമേഗ ടി. ഇങ്ങനെ ഒരു ഓസിലേഷൻ ഇക്വേഷൻ y ഈക്വൽ ടു a പ്ലസ് ബി സൈൻ ഒമേഗ ടി. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാ? ഫൈൻഡ് ആംപ്ലിറ്റ്യൂഡ് എത്രയാ? നിങ്ങൾ പറയാ. ആംപ്ലിറ്റ്യൂഡ് എത്രയാന്ന് പറയാ. പറയ്. പറയടാ. ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാ? ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു പറ ബി ആണ് കേട്ടോ. ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു ബി ആണ്. അതുകൊണ്ട് ബിയുടെ അപ്പുറത്താണ് ആരുള്ളോ? സൈൻ ഉള്ളോ. ഓസിലേറ്റിംഗ് ഫംഗ്ഷൻ സൈൻ ആണ്. അതിന്റെ മുമ്പിലുള്ള ആളാരാ? ബി ആണ്. അപ്പൊ എക്ക് ഇവിടെ യാതൊരുവിധ റൂളില്ല. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു ബി. കുഴപ്പമുണ്ടാ? പറയേ. അപ്പൊ അത് സെറ്റ് ചെയ്യാം. വാ നമുക്ക് 1 2 5 കിട്ടിയത് റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ്.
അത് റിസൾട്ടിന്റെ ആംപ്ലിറ്റ്യൂഡ്. ഐ മീൻ ആംപ്ലിറ്റ്യൂഡ്, റിസൾട്ട് എന്ന് പറയേണ്ട ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ Okay. ആ മക്കളെ, ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഓക്കെ ഓക്കെ പറഞ്ഞ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നോക്ക്, ആംപ്ലിറ്റ്യൂഡ് 3 സെന്റിമീറ്റർ ആണ്. ആംപ്ലിറ്റ്യൂഡ് 3 സെന്റിമീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് 2 സെന്റിമീറ്റർ ആയപ്പോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആക്സലറേഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യന്റെ മറ്റേ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എങ്ങനെയാണ്? പാർട്ടിക്കൽ എക്സിക്യൂട്ടിംഗ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പാർട്ടിക്കൽ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് 3 സെന്റിമീറ്റർ. If the particle is at 2 centimeter from mean position, the magnitude of velocity is equal to acceleration. വെലോസിറ്റിയും ആക്സലറേഷനും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. ടൈം പീരീഡ് ആണ് ചോദിച്ചത്. അപ്പോൾ ഇവര് ഹിന്റ് പറയുന്നുണ്ട്. ഇവര് പറഞ്ഞ 3 കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. ഒന്ന്, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് 2 സെന്റിമീറ്റർ ആകുമ്പോൾ വെലോസിറ്റിയും ആക്സലറേഷനും ഈക്വൽ ആണ്. മക്കളെ വാ പറയും, വെലോസിറ്റിയും ആക്സലറേഷനും ഈക്വൽ ആണെന്നുള്ള ആ പോയിന്റിലാണ് നമ്മൾ പിടിക്കേണ്ടത്. V equal to A. മക്കളെ വിയുടെ ഇക്വേഷൻ പറടാ. ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഉണ്ടല്ലേ? പറയ് അല്ലേ? Yes, sir. വെലോസിറ്റി ഈക്വൽ ടു ആക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ ഇൻ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ആക്സലറേഷൻ ഇക്വേഷൻ എന്താ? ആക്സലറേഷൻ എ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ വൈ. ശരിയല്ലേ? Yes, sir. മൈനസ് വേണ്ട കേട്ടാ, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ മൈനസ് വേണ്ട, ഒമേഗ സ്ക്വയർ വൈ. മക്കൾ ഒരു ഒമേഗ വെട്ടിപ്പോയില്ലേ? അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു വൈ എന്ന് വരും. കുഴപ്പമുണ്ടോ? റൂട്ട് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എത്ര തന്നെ മക്കളെ? ആംപ്ലിറ്റ്യൂഡ് 3 ആണ് തന്നെ. അപ്പൊ 3ന്റെ സ്ക്വയർ 9 മൈനസ് ഡിസ്പ്ലേസ്മെന്റ് 2 പറയണ്ട. അപ്പൊ 2ന്റെ സ്ക്വയർ 4 ഈക്വൽ ടു ഇവിടെ ഒമേഗ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് 2. കുഴപ്പമില്ലല്ലോ? പറയും. അപ്പൊ റൂട്ട് 9 മൈനസ് 4 എത്രയാ? റൂട്ട് 5. അപ്പൊ റൂട്ട് 5 ഈക്വൽ ടു ഒമേഗ ഇൻറ്റു 2. അപ്പൊ ഒമേഗ ഈക്വൽ ടു വരും ഒമേഗ ഈക്വൽ ടു റൂട്ട് 5/2. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ടൈം പീരീഡ് ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ടൈം പീരീഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. മക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒമേഗ എന്ന് പറയുമ്പോൾ 2π ടൈം പീരീഡ് ആണ്. സോ 2π ടൈം പീരീഡ് ഈക്വൽ ടു റൂട്ട് 5/2. ടൈം പീരീഡിന് അപ്പുറത്തേക്ക് എടുക്കുക, ഇതിനപ്പുറത്തേക്ക് എടുക്കുക. അപ്പൊ ടൈം പീരീഡ് ടി ഈക്വൽ ടു മക്കളെ ഈ 2 ഇങ്ങോട്ട് കയറുമ്പോൾ 4π വരും. 4π ഡിവൈഡഡ് ബൈ റൂട്ട് 5. കുഴപ്പമുണ്ടോ? ടൈം പീരീഡ് ടി ഈക്വൽ ടു 4π ഡിവൈഡഡ് ബൈ റൂട്ട് 5. പറയ്. കുഴപ്പമുണ്ടാ? No, sir. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നമുക്ക് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അവര് പറയുന്നത് മാക്സിമം ആക്സിലറേഷൻ ആൽഫയാണ്. മാക്സിമം ആക്സിലറേഷൻ ആൽഫ എന്നുണ്ട്. മാക്സിമം വെലോസിറ്റി ബീറ്റ എന്ന് തന്നിട്ടുണ്ട്. മാക്സിമം ആക്സിലറേഷൻ ആൽഫയും മാക്സിമം വെലോസിറ്റി ബീറ്റ തന്നിട്ടുണ്ട്. ദെൻ ടൈം പീരീഡ് ആണ് ചോദിച്ചത്. സിമ്പിൾ ടൈം പീരീഡ് ആണ് ചോദിച്ചത്. നമ്മൾക്കറിയാം എ മാക്സ് ബൈ വി മാക്സ് എന്താ നമ്മൾ പഠിപ്പിച്ച ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയും. എ മാക്സ് ബൈ വി മാക്സ് ഒമേഗയാണ്. ഇത്രേ ഉള്ള പരിപാടി. അപ്പൊ എ മാക്സും വി മാക്സും നമുക്ക് തന്നിട്ടുണ്ട്. അവര് എ മാക്സ് ആൽഫ തന്നിട്ടുണ്ട്, വി മാക്സ് ബീറ്റ തന്നിട്ടുണ്ട്. സോ ആൽഫ ബൈ ബീറ്റ ആണ് ഒമേഗ. ഡൗട്ട് ഉണ്ടോ? ഒമേഗ എന്ന് പറയുന്നത് മക്കളെ 2π ടൈം പീരീഡ് ആണ്. ശരിയല്ലേ? സോ 2π ടൈം പീരീഡ് ഈക്വൽ ടു ആൽഫ ബൈ ബീറ്റ. നമ്മളോട് കണ്ടുപിടിക്കാൻ വേണമെന്ന് ടൈം പീരീഡ്. അപ്പൊ നമ്മൾ ടൈം പീരീഡിനെ ഇപ്പുറത്തേക്ക് എടുക്കുക. ബീറ്റ മോളിയെ പോവും, ആൽഫ താഴെ വരും. സോ ടൈം പീരീഡ് ടി ഈക്വൽ ടു 2π ബീറ്റ ബൈ ആൽഫ. എനി ഡൗട്ട്? ഇതേപോലുള്ള ലുക്ക് ക്വസ്റ്റ്യൻസ് ആണ് നീറ്റിന് ചോദിക്കുന്നത്. ഞാനിപ്പോ പറഞ്ഞൊക്കെ നീറ്റിന്റെ ക്വസ്റ്റ്യൻസ് ആടാ. Average velocity of particle in SHM in one complete vibration is. നീറ്റിന്റെ ക്വസ്റ്റ്യനാ. എത്രയാ ആവറേജ് വെലോസിറ്റി? 0. Phase difference between displacement and acceleration. നീറ്റിന്റെ ക്വസ്റ്റ്യനാ. 180 പൈ അല്ലേ? Yes, A sir. body is executing simple harmonic motion with frequency n. Simple harmonic motion മക്കളെ SHM-ന്റെ ഫ്രീക്വൻസി n ആണ്. അവർ പറയുന്നതാണ് ഫ്രീക്വൻസി ഓഫ് പൊട്ടൻഷ്യൽ എനർജി ചോദിച്ചാണ്. ഫ്രീക്വൻസി ഓഫ് പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞതാ.
അത്രേ ഉള്ളൂ. 2n ആണ് ഫ്രീക്വൻസി ഓഫ് പൊട്ടൻഷ്യൽ എനർജി. 2n ആണ്. സംശയം ഉണ്ടോ? അപ്പൊ അങ്ങനെയുള്ള വളരെ ലുട്ടിലുടുക്ക് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതാം. ഒരു ക്വസ്റ്റ്യൻ ഇത്രയാണ്: ഡിസ്പ്ലേസ്മെന്റ് 5 മീറ്റർ ആയപ്പോ, ഡിസ്പ്ലേസ്മെന്റ് 5 മീറ്റർ ആയപ്പോ ആക്സലറേഷൻ 20 ആണ്. ഡിസ്പ്ലേസ്മെന്റ് 5 മീറ്റർ ആയപ്പോൾ ആക്സലറേഷൻ 20 ആണ്. ഫൈൻഡ് ടൈം പീരീഡ്. ഡിസ്പ്ലേസ്മെന്റ് 5 മീറ്റർ ആയപ്പോൾ ആക്സലറേഷൻ 20 ആണ്. വാട്ട് ഈസ് ടൈം പീരീഡ്? ഒന്നുമില്ല മക്കളെ, ആക്സലറേഷൻ ഇക്വേഷൻ പറ. ആക്സലറേഷൻ A ഈക്വൽ ടു ഒമേഗ സ്ക്വയർ വൈ എന്നുള്ള ഇക്വേഷൻ ഉണ്ടോ? ആക്സലറേഷൻ A ഈക്വൽ ടു ഒമേഗ സ്ക്വയർ വൈ എന്നുള്ള ഇക്വേഷൻ ഉണ്ടോ? അപ്പൊ ആക്സലറേഷൻ എത്ര തന്നാണ് അവര്? ആക്സലറേഷൻ അവർ 20 തന്നിട്ടുണ്ട്. 20 ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു വൈ എത്രയാ? 5. ശരിയല്ലേ? വൈ അവർ 5 തന്നിട്ടുണ്ട്, ആക്സലറേഷൻ 20 തന്നിട്ടുണ്ട്. ശരിയല്ലേ? ഈ 5 20 4 പ്രാവശ്യം. സോ ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 4. ഒമേഗ ഈക്വൽ ടു എത്ര വരും മക്കളെ? ഒമേഗ ഈക്വൽ ടു 2. ഒമേഗയുടെ ഇക്വേഷൻ 2π ബൈ ടൈം പീരീഡ് ഈക്വൽ ടു 2. അപ്പൊ 2 2 വെട്ടി ടൈം പീരീഡ് ആണ് ചോദിച്ചേ. ടൈം പീരീഡ് ഈക്വൽ ടു പൈ. അത്രേ ഉള്ളൂ. ടൈം പീരീഡ് ഈക്വൽ ടു പൈ. സംശയം ഉണ്ടാ? സാർ ഇതേപോലും പറയും. അപ്പൊ ഈ പൈയുടെ വാല്യൂ ആയിട്ട് എടുത്ത് എഴുതണം. പൈ അത് ഓപ്ഷൻസ് നോക്കണം. 3.14 ആണെങ്കിൽ അത് എഴുതണം. ഇവിടെ പൈ എന്നാണ് ഓപ്ഷൻ വന്നേ. പൈ സെക്കൻഡ്സ് എന്നാണ് ഓപ്ഷൻ വന്നേ. അപ്പൊ പൈ എന്ന് എഴുതിയാൽ മതി. ഓക്കെ സർ. ഓക്കെ, അപ്പോ മക്കളെ പറയടാ, y ഈക്വൽ ടു a sin omega t ഏത് ഇക്വേഷനാ? എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? മീൻ പൊസിഷൻ. a cos omega t യോ? എക്സ്ട്രീം സ്റ്റാർട്ട് ചെയ്ത് a max by v max ആരാ? a max എത്രയാ? ഒമേഗ സ്ക്വയർ a അല്ലേ? v max എത്രയാ? a omega. Okay, angle between, graph between velocity and displacement. Ellipse. Angle between displacement and acceleration 180 ഡിഗ്രി. 180. Frequency of oscillation ന്റെ ഇരട്ടിയാണോ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫ്രീക്വൻസി? അല്ലേ? ആണ്. y ഈക്വൽ ടു a sin omega t plus b cos omega t ഒരു ആംപ്ലിറ്റ്യൂഡ് എത്രയാ? root of a square plus b square. Root of a square plus b square. അല്ലേ? പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി ഈക്വൽ ആവുന്ന സ്ഥലം Displacement a by root 2. a by root ആവുമ്പോ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? Yes sir. ഓക്കെ, യെസ്. അപ്പൊ മതി, ഞാൻ നിർത്താം കേട്ടോ അന്ന്. ഓക്കെ, ടാറ്റ.